ഹലോ, നമസ്കാരം. നമ്മളിന്ന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് 9 കോൺസെപ്റ്റ്സ് ഉപയോഗിച്ച് പഠിക്കാൻ പോവാണ്. ഈ 9 കോൺസെപ്റ്റ്സ് ആണ് എല്ലാ എക്സാംസിനും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന പല ഏരിയാസ് ആണ്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 9 കൺസെപ്റ്റ്സിനും നല്ല ഒരു ഐഡിയ കിട്ടും, ഗ്രാസ്പ് കിട്ടും, ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. സോ വിൽ സ്റ്റാർട്ട് നൗ. ഒന്ന്, സാധാ പ്രോബിലിറ്റി എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫേവറബിൾ ഔട്ട്കംസിനെ നമ്മൾ ഇവന്റ്സ് എന്ന് വിളിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസിനെ നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇവന്റ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒരു സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്യാം. നമ്മളൊരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ആ ഡൈയുടെ മേളിൽ വന്ന് വീഴുന്ന ഒരു അൺബയാസ്ഡ് ഡൈ ആണെങ്കിൽ വന്ന് വീഴുന്ന ആ ഒരു സാമ്പിൾ സ്പേസ് പറഞ്ഞാൽ 1 2 3 4 5 6 ഡോട്ടുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവന്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഞാൻ ഒരു ഇവന്റ് പറയാണ്, നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് കമ്മിങ്, ഓഡ് നമ്പേഴ്സ് വരുന്ന ഇവന്റ്. അപ്പം 1 3 5 മൂന്ന് ഓഡ് നമ്പേഴ്സ് ആണ് വരിക. അപ്പം ഇതിന്റെ പ്രോബിലിറ്റി എന്താണ്? ഈ ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി E1 എന്ന് വിളിക്കുന്നതിനെ ഈ പ്രോബിലിറ്റി ഓഫ് ഇവന്റ് 1 അല്ലെങ്കിൽ P ഓഫ് E1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്പർ ഓഫ് E1 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് S. അതായത് 1 3 5 എന്ന് പറഞ്ഞാൽ മൂന്ന് നമ്പർ ഡിവൈഡ് ബൈ ഇവിടെ മൊത്തം 6 നമ്പർ. അപ്പോൾ പ്രോബിലിറ്റി 0.5 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇവൻ 2 ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇവൻ 2 ഞാൻ കൺസിഡർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 വരുന്ന, അതായത് ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 2 വരുന്ന ആണ്. അപ്പോൾ നമുക്ക് 2 4 6 3 മൾട്ടിപ്പിൾസ് ഓഫ് 2 ആ വരുന്നത്. ഇത് നമുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. P of E2 വീണ്ടും N of E2 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. സോ അത് 0.5 തന്നെ ആയിരിക്കും. മറ്റൊരെണ്ണം ഞാൻ കൺസിഡർ ചെയ്യാണ്, ഇവൻ 3 കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇവൻ 3 കൺസിഡർ ചെയ്യുന്നത് എന്താ കൺസിഡർ ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പം ഇവൻ 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2, ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവൻ 3 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെയാണ് വരുന്നത്? 1 വരില്ല, 2 വരില്ല, 3 വരും, 4 വരില്ല, 5 വരും, 6 വരും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഈ 3 എന്തായിരിക്കും? 2 ഡിവൈഡ് ബൈ 6 ആയിരിക്കും അല്ലെ? രണ്ടെണ്ണേ ഉള്ളൂ, ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/3 ആയിരിക്കും. നമുക്ക് 1/2 എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്, എപ്പോഴും ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി 1നും 0ക്കും ഇടയ്ക്കായിരിക്കും വരുന്നത്. അതായത് ആ ഇവന്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിനകത്ത് ആ ഇവന്റ് ഇല്ലാത്ത അവസ്ഥ. ഉദാഹരണം ഞാൻ പറയാണ്, എന്റെ ഇവന്റ് എന്ന് പറഞ്ഞാൽ 7 കിട്ടുക എന്നുള്ളതാണ് ഡൈസ് ത്രോയും. അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് 0 ആയിരിക്കും കിട്ടുക. ഇവന്റിനകത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിന് ഇല്ലാത്ത ഒരു ഇവന്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും കിട്ടുക. സാമ്പിൾ സ്പേസിലുള്ള എല്ലാ എലമെന്റ്സും ചേർത്താണ് നമ്മൾ ഇവന്റ് എടുക്കുന്നത്. അതായത് 1 തൊട്ട് 6 വരെയുള്ള ഏതെങ്കിലും നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഡൈ ത്രോ എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം 1 തൊട്ട് 6 വരെ ഏതെങ്കിലും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സാമ്പിൾ സ്പേസ് മുഴുവനായിട്ട് നമ്മൾ എടുത്താൽ നമുക്ക് 1 കിട്ടുകയും ചെയ്യും പ്രോബിലിറ്റി. ഓക്കെ, P of 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റ് ആണ്. ഓക്കെ, നൾ സെറ്റിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും കിട്ടാതിരിക്കാനുള്ള സാധ്യത, ഒരു നമ്പർ മേടി വരാതിരിക്കാനുള്ള സാധ്യത, അങ്ങോട്ട് സാധ്യതയില്ല, ഏതെങ്കിലും നമ്പർ വരും. അപ്പോൾ അത് 0 ആയിരിക്കും. ഓക്കെ, അപ്പം E1 E2 E3 എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ഇവന്റ്സ് വെച്ചിട്ട് 3 പ്രോബിലിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് നോട്ട്സ് റെഫർ ചെയ്യാം. ഓക്കെ, ഫൈൻ. നൗ കോൺസെപ്റ്റ് 2. ഏതാണ് കോൺസെപ്റ്റ് 2 വരുന്നത്? കോൺസെപ്റ്റ് 2 വരുന്നത് E1 E2 രണ്ട് ഇവന്റ് ആണെങ്കിൽ എന്താ? P of E1 യൂണിയൻ E2 എന്ന് പറഞ്ഞാൽ E1 ഓ E2 ഓ, അതാണ് E1 യൂണിയൻ E2 ന്റെ അർത്ഥം. ഓർ ആണ്, E1 അല്ലെങ്കിൽ E2. ഉദാഹരണത്തിന് ഞാൻ E2 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്, E3 ആണ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പം E1 E2 യൂണിയൻ E3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് അറിയാമോ? അതായത് മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ നമ്പേഴ്സ് എന്ന് പറഞ്ഞേ, അങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കും അല്ലെങ്കിൽ 3. 1 എന്ന് പറഞ്ഞാൽ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ അല്ല. പക്ഷെ 2 വരാം, 3 വരാം, 4 വരാം, 5 1ന്റെയോ 2ന്റെയോ 3ന്റെയോ മൾട്ടിപ്പിൾ അല്ല 5, 6 വരാം. ഇത് ഈ 4 നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഒന്നുകിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് E2 യൂണിയൻ E3 എന്ന് പറഞ്ഞാൽ. ഓക്കെ,
is equal to, അപ്പോൾ P of E1 union E2 എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? P of E1 plus P of E2 minus P of E1 intersection E2. എന്നാൽ E1 intersection E2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ intersection കാണിക്കുന്നത്, ഇങ്ങനെയാണ് യൂണിയൻ കാണിക്കുന്നത്. intersection എന്ന് പറഞ്ഞാൽ 2-ന്റെയും 3-ന്റെയും ആയിരിക്കും. ഈ കേസ് നമുക്ക് എന്താ പറയാൻ പറ്റും? നമുക്ക് വേറൊരു സാധനം പറയാം. എന്താ? E2 intersection E3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2-ന്റെയും 3-ന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരണം. അങ്ങനെ എന്ത് മാത്രമേ ഉള്ളൂ? 6 മാത്രമേ വരൂ കേട്ടോ. അതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റിലേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കേസിൽ P of E1 intersection E1 E2 union E3, അതായത് 2-ന്റെയും 3-ന്റെയും മൾട്ടിപ്പിളിന്റെ കാര്യം പറയാം. അപ്പം ഇവിടുത്തെ നമുക്ക് P വാല്യൂ P of E2 union E3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/6 ആയിരിക്കും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതേപോലെ ഇവിടെ P of E2 intersection E3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 ഒരെണ്ണേ ഉള്ളൂ, 1/6 ആയിരിക്കും. ഇത് 2/3. അപ്പോൾ വാല്യൂസ് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. P of E1 എന്ന് പറഞ്ഞാൽ എന്താ? P of E1 ഇവിടെ എന്താണ്? E1 എന്ന് പറഞ്ഞാൽ ഇവിടെ E2 ആണ്, ഇവിടെ E2 E3 ആണ്. E1 E2 എന്നുള്ളത് നമ്മൾ E2 E3 എന്ന് വിളിക്കണം. അപ്പോൾ P of E2 എന്ന് പറഞ്ഞാൽ ഹാഫ്. P of E2 എന്ന് പറഞ്ഞാൽ P of E3 എന്താണ്? P of E3 കേസിൽ 1/3. E1 intersection E2 എന്ന് പറഞ്ഞാൽ E2 intersection E3. E2 intersection E3 എന്താണ്? നമുക്ക് 1/6. അപ്പോൾ ഇങ്ങനെ ചെയ്തും ഇതിൽ ഉത്തരം എന്താ കിട്ടുക? 1/2 plus 1/3 minus 1/6 വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 6-ന്റെ ടേംസിൽ എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ 3/6 എന്ന് വിളിക്കാം. 1/2 3/6 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 2/6 ആണ്. minus 1/6 is equal to 3, 4, 5 minus 1 4. 4/6 is equal to 2/3. Okay. Now നോക്ക്, E2 ഇവിടെ E1 union E2, മറ്റടുത്ത് E2 union E3. എന്താണ് E2 union E3? E2 union E3യുടെ പ്രോബിലിറ്റി 2/3 തന്നെയാണ് കേട്ടോ. 4/6 2/3 തന്നെ വേണം. അതായത് ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തതാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വളരെ ഓർക്കാണ്. ഈ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. സോ അതിന്റെ പേരാണ് അഡീഷൻ തിയറം എന്നാണ് ഇതിന്റെ പേര്. Okay. So P of E1 union E2 is equal to P of E1 plus P of E2 minus P of E1 intersection E2. Fine. Ready? അടുത്തത് ഈ നമുക്ക് രണ്ട് കേസുകൾ പഠിക്കാം. ഒന്ന്, E1 ഉം E2 ഉം ഇൻഡിപെൻഡന്റ് ഈവന്റ് ആവുന്ന സമയം. എന്താണ് ഇൻഡിപെൻഡന്റ് ഈവന്റ്? ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? occurrence and non occurrence of one event does not affect the other. ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നത് വേറൊരു ഇവന്റിന്റെ ഒക്കറൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ ആ കേസിൽ P of E1 intersection E2 നെ നമുക്ക് P of E1 into P of E2 എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണം, ഒരു ഡൈസിന്റെ കേസ് തന്നെ എടുക്കാം. S is equal to 1, 2, 3, 4, 5 ആണ് ഡൈസിന്റെ കേസ്. അതിനകത്ത് ഇവന്റ് 1 എന്ന് പറഞ്ഞാൽ 2, 4 അല്ലെങ്കിൽ 6 വരാനുള്ള പ്രോബിലിറ്റി ആണ്. E2 എന്ന് പറഞ്ഞാൽ എന്താ? അതേ ഡൈസ് പിന്നെ ഇടുമ്പം 5, 6 വരാനുള്ള പ്രോബിലിറ്റി ആണ്. ഈ 2, 4, 6 ആദ്യം ഒരു ഡൈ ഇടുമ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തത് 5, 6 രണ്ടാമത് ഇത് ഡൈസ് ഇടുമ്പോൾ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ 2, 4, 6 5, 6 നമുക്ക് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് എടുക്കാം. അപ്പം പ്രോബിലിറ്റി ഓഫ് E1 എന്താണ്? പ്രോബിലിറ്റി ഓഫ് 2, 4, 6 ആണ് 1/2. പ്രോബിലിറ്റി ഓഫ് ഇതെന്താണ്? 5, 6 വരുന്നത് എന്താണ്? 1/3 ആയിരിക്കും. കാരണം 2/6 1/3 ആണ്. ഓക്കെ, അപ്പം ഈ കേസിൽ E1 intersection E2 എന്ന് പറഞ്ഞാൽ E1 intersection E2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? P of E1 intersection E2 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. കാരണം 6 ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ആ ഒരെണ്ണം മാത്രം വരാനുള്ള പ്രോബിലിറ്റി 1/6 ആണ്. 1/6 ആണ്. അതെന്ന് പറഞ്ഞാൽ P of E1 into P of E2 കൂടെ ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുകയും ചെയ്യും. അപ്പം അതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഒരു ഇവന്റ് ഒക്കർ ആവുന്നത് വേറൊരു ഇവന്റ് ഒക്കർ ആവുന്നതിന് ഡിപ്പെൻഡ് ചെയ്യാത്തൊരവസ്ഥ. ഈ കേസിൽ 2, 4, 6 5, 6 അങ്ങനെ രണ്ട് ഇവന്റ്സ് എടുത്ത് ഈ രണ്ട് ഇവന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇവന്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് പ്രോബിലിറ്റീസിന്റെയും പ്രോഡക്റ്റിന് സമമായിരിക്കും. സോ പ്രോബിലിറ്റി ഓഫ് E1 intersection E2 if E1 and E2 are independent events, P of E1 intersection E2 is equal to P of E1 into P of E2 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് കേസ് 1 നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കാര്യം. ഓക്കെ അല്ലേ? അടുത്തത് E1 ഉം E2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്ന ഒരു കേസാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്ന കേസ്. ഓക്കെ, എന്താണ് ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് ആദ്യം പഠിക്കാം. When two events cannot occur together, it is called a mutually exclusive. രണ്ട് ഇവന്റുകൾ ഒരുമിച്ച് ഒക്കർ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്തിനെ നമുക്ക് എന്ന് വിളിക്കാം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും.
അതായത് ഇവന്റ് 1-നകത്ത് സെറ്റിനകത്തുള്ള എലമെന്റ്സും ഇവന്റ് 2-ൽ സെറ്റിനകത്തുള്ള എലമെന്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, വേറെ വേറെ ആയിരിക്കും. ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഈ കേസ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ 6 കണ്ടോ, 6 രണ്ടിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ഇത് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയാൻ പറ്റൂ. E1 ഉണ്ടാവുന്നത് E2 ഉണ്ടാവുന്നത് തമ്മിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. E1 ഉണ്ടാവുന്നത് E2 ഉണ്ടാവുന്നത് ഡിപ്പെൻഡ് ചെയ്യാത്തതില്ല, ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു 6 എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ലായിരുന്നു വിചാരിക്കുക. അപ്പം E1 എന്നുള്ള സാധനം 2, 4 മാത്രം, ഇത് തന്നെ 5 മാത്രം. അപ്പൊ അവിടെ നിന്ന് ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ് ഉണ്ടായത്. അതായത് രണ്ടിനും കണക്ഷൻ ആയിട്ടുള്ള ഒരു ഇതില്ല. 2 events cannot occur together. അതിനെ ഒരുമിച്ച് ഉണ്ടാവാൻ പറ്റത്തില്ല. അതിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഉദാഹരണം, ഒരു കോയിൻ ടോസ് ചെയ്യാണ്. അപ്പൊ സാമ്പിൾ സ്പേസ് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ഓക്കെ, E1 എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ഹെഡ് ആണ്, E2 എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ടെയിൽ ആണ്. അപ്പം ഹെഡും ടെയിലും ഒരുമിച്ച് ഉണ്ടാവത്തില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഹെഡും ടെയിലും ഒരുമിച്ച് ഉണ്ടാവത്തില്ല. അതുപോലെ നമുക്ക് മറ്റേ ഇതിന്റെ കേസിൽ പറയാം, നമുക്ക് ഡൈസിന്റെ കേസിൽ പറയാം. ഓഡ് നമ്പർ കിട്ടുന്ന കേസും ഈവൻ നമ്പർ കിട്ടുന്ന കേസും ഡൈസ് ഡ്രോ ചെയ്യുമ്പോൾ, അപ്പം ഓഡ് നമ്പർ കിട്ടുന്നതും ഈവൻ നമ്പർ കിട്ടുന്നതും ഒരുമിച്ച് നടക്കൂല. അല്ലെങ്കിൽ ഇതിനകത്തുള്ള 3 സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഉണ്ടാകുന്ന 3 സാധനങ്ങൾ എന്തൊക്കെയാ? 1, 3, 5. ഇതിനകത്തുള്ള 3 സാധനങ്ങൾ എന്തൊക്കെയാ? 2, 4, 6. ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടാവില്ല. ഓഡ് ഉണ്ടായാൽ ഈവൻ കിട്ടൂല, ഈവൻ ഉണ്ടായാൽ ഓഡ് കിട്ടൂല. ആ രീതിക്ക് വരുന്നത് ഈ 3 സാധനവും ഈ 3 സാധനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടുള്ള എലമെന്റ്സ് കാണത്തില്ല. അതിനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് വിളിക്കുന്നത്. When 2 events cannot occur together, it is called a mutually exclusive event. അപ്പോൾ ഈ കേസിൽ getting a head 1/2 ആണ്, getting a tail 1/2 ആണ്. പക്ഷേ getting a head and a tail of E1 intersection E2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെയും getting odd and even ഒരുമിച്ച് കിട്ടുന്നത്, ഓഡ് ഈവനും കിട്ടുന്നത് 0 ആയിരിക്കും. കാരണം ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് അല്ല, ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് അല്ല. ഇവിടെ ഹെഡ് ടെയിൽ അല്ല, ടെയിൽ ഹെഡ് അല്ല. പിന്നെ എങ്ങനെയാണ് രണ്ടും ഒരുമിച്ച് കിട്ടുന്നത്? അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സും ഇൻഡിപെൻഡന്റ് ഇവന്റ്സും. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് മറ്റൊരു ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇവന്റ്സ് ഒരുമിച്ച് ഒക്കർ ചെയ്യാൻ പറ്റാത്ത കേസാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. ആ കേസിൽ E1 ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റും E2 വേറെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ E1 ഇന്റർസെക്ഷൻ E2 എന്നുള്ള സാധനം 0 ആയിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ രണ്ട് കൺസെപ്റ്റ്സ് പഠിച്ചു. കൺസെപ്റ്റ് 1 കൺസെപ്റ്റ് 2 ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നോക്കിക്കോളൂ. For 2 independent events E1 and E2, if P of E1 is equal to 0, then P of E1 intersection E2 is equal to P of E1 into P of E2 is equal to 0. അതായത് both events hence also become mutually exclusive. അപ്പം രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഉണ്ട്, E1 E2 രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റ് എങ്കിലും 0 ആണെന്നുണ്ടെങ്കിൽ, അതിന്റെ പ്രോബിലിറ്റി ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി P of E1 intersection E2 P of E1 into P of E2 എന്നുള്ള കാര്യത്തിൽ 0 ആയി പോകും. ഇങ്ങനെ P of E1 intersection E2 0 ആയി പോയി കഴിഞ്ഞാൽ ഇവന്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവും. അതൊരു സ്പെഷ്യൽ കേസാണ്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ഒരു രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ പ്രോബിലിറ്റി 0 ആണെങ്കിൽ അത് ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റും കൂടെ തന്നെ ആയിരിക്കും. കാരണം അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും അതിന് E1 ഇന്റർസെക്ഷൻ E2 എന്ന് അത് 0 ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റും കൂടെ ആയിരിക്കും. അതാണ് വേറൊരു ഡീറ്റെയിൽ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. രണ്ട് റിലേഷൻസ് നോക്കാം. ഒന്ന്, A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ P ഓഫ് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് ആണ്, ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ്. അതേപോലെ P ഓഫ് A ഇന്റർസെക്ഷൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ P ഓഫ് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റാം? നമുക്ക് ഇത് A എന്ന് വിളിക്കാം, ഇതിനെ B എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ഒരു യൂണിവേഴ്സൽ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഫുൾ സാധനമാണ് A യൂണിയൻ B. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതൊഴിച്ച്, അതായത് ഈ ടോട്ടൽ യൂണിവേഴ്സിനകത്ത് നിന്ന് അതൊഴിച്ച് ബാക്കിയുള്ള ഇതെല്ലാം, ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇത് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണോ അല്ലേ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പം A കോംപ്ലിമെന്റ് എന്താണ്? A അല്ലാത്ത ബാക്കി സ്ഥലങ്ങൾ, അതായത് ഇതെല്ലാം വരും, ഇതെല്ലാം വരും. ഓക്കെ, അതുപോലെ
ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതൊഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ. അപ്പൊ അവിടെ എന്ത് വരും? ഇതൊക്കെ വരും. ബി വരില്ല, ഈ ഒരു ഭാഗം വരില്ല, ആ ഒരു രണ്ടാമത്തെ സർക്കിൾ വരില്ല, ബാക്കിയുള്ള എല്ലാം വരും. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞേക്കുന്ന എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലം, അതായത് റെഡും ഗ്രീനും ഒരേപോലെ വരകളുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് തന്നെയാണ്. ഈ സർക്കിൾ കണ്ടോ? അവിടെ പച്ച മാത്രമേ ഇത്രയും ഭാഗത്ത് വരുന്നുള്ളൂ, ഇത്രയും ഭാഗത്ത് ചുവപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഈ രണ്ട് സർക്കിളിന്റെയും പുറത്തുള്ള കംപ്ലീറ്റ് ഭാഗമാണ് നമുക്ക് എന്ത് കിട്ടിയത്? പച്ചയും ചുവപ്പും കൂടെ ഉള്ള ഭാഗമായിട്ട് കിട്ടി. അതായത് ഇത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ഇതിങ്ങനെ പ്രൂഫ് ഒന്നും പഠിക്കേണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പ്രൂഫ് പറയുന്നതാണ്. പഠിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ പി ഇടുമ്പോൾ പ്രോബിലിറ്റിയും അങ്ങനെ തന്നെ വരും, ഓക്കെ, അപ്പൊ അതാണ് രണ്ട് ഇമ്പോർട്ടന്റ് റിലേഷൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് റിലേഷൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇതെന്താന്ന് ചോദിച്ചിരിക്കുന്നത്, ഈ ഒരു പടത്തിനകത്ത് നിന്ന് വരച്ച് കാണിക്കണം. എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കൂ, പറ്റത്തില്ലെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, എ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം മുഴുവൻ. അപ്പൊ ഇതെല്ലാം വരും. ഇതും എ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം, എ നിൽക്കുന്ന ഭാഗം വരില്ല, ബാക്കിയുള്ള സ്ഥലം മൊത്തം വരും. ഓക്കെ, അതെ ഇന്റർസെക്ഷൻ ബി, അതിനും ബിക്കും കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്, ഇതിനുള്ളിലാണ്. ഇത്രയാണ് ബി. അപ്പം ഈ എ കോംപ്ലിമെന്റും ബിയും കൂടെ ചേർന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഏതാണ്? അതായത് ഉദാഹരണം, ഞാനിപ്പോ എനിക്ക് വേണമെങ്കിൽ ചുവപ്പ് വര വരയ്ക്കാം. ഇങ്ങനെ ചുവപ്പ് വര വരയ്ക്കാം. അപ്പൊ ചുവപ്പും പച്ചയും ഒരുമിച്ചിരിക്കുന്ന വര എവിടെയാണ്? ഈ പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റീജിയൻ, അതാണ് നമ്മുടെ എന്താ പറയാ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ ആയില്ലേ? ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് റിലേഷൻസ് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഈ യൂണിയൻ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു, രണ്ട് ഓർ വന്നു കഴിഞ്ഞാൽ യൂണിയൻ ആണ്, ആൻഡ് അതായത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്, പാരലൽ ആയിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം ഓർ ഇട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, സീരീസ് ആയിട്ട് വരുന്നതെല്ലാം നമ്മൾ ആൻഡ് ഇട്ട് റെപ്രസെന്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു സംഭവം വന്ന് ഇങ്ങനെ ഒരു സംഭവം വന്ന് ഇങ്ങനെ വരികയെന്ന് വെച്ചു. അപ്പം ഇത് എയും ഇത് ബിയും ഇത് സിയും ഇത് ഡിയും ആണെങ്കിൽ ഇവിടെ നമുക്ക് എയും ബിയും കൂടെ യൂണിയൻ ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് ഈ ഒരു സാധനം ഈ വഴി പോവാം, ഈ വഴിയും പോവാം. ഓക്കെ, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ സിയിലും കയറി ഡിയിലും കയറി പോയേ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പം ഓർ എന്ന് പറഞ്ഞാൽ പാരലൽ ആണ്, ആൻഡ് എന്ന് പറഞ്ഞാൽ സീരീസ് ആണെന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒരു എക്സാമ്പിൾ ഉണ്ട്, ആ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലോണം ക്ലിയർ ആവും. ഇതാണ് ആ എക്സാമ്പിൾ. അതായത് ഒരു റോ മെറ്റീരിയൽ ഉണ്ട്, ആ റോ മെറ്റീരിയൽ നമുക്ക് എ എന്ന് പറയുന്ന മെഷീനറി കൂടെ കയറിയിട്ട് സി എന്ന് പറയുന്ന മെഷീനറിയിലോട്ട് വരും. അതുപോലെ കുറച്ച് റോ മെറ്റീരിയൽസ് ബി എന്ന് പറയുന്ന മെഷീനറിയിലോട്ട് കയറിയിട്ട് സി എന്ന് പറയുന്ന മെഷീനറിയിലോട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോ എ എന്ന് പറയുന്ന മെഷീനറിയിലെ ഫെയിലിയറിന്റെ സാധ്യത 0.15 ആണ്, ബി എന്ന് പറയുന്ന മെഷീനറിയിലെ ഫെയിലിയറിന്റെ സാധ്യത 0.05 ആണ്, സിയുടെ ഫെയിലിയർ സാധ്യത 0.1 ആണെന്ന് വിചാരിക്കുക. മാത്രമല്ല എയും ബിയും സിയും വർക്കിംഗ് ഇൻഡിപെൻഡന്റ്ലി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രോബിലിറ്റി ദാറ്റ് എ ഗിവൺ ജോബ് ഈസ് സക്സസ്ഫുള്ളി പ്രോസസ്ഡ്, ഒരു ജോബ് കറക്റ്റ് ആയിട്ട് പ്രോസസ് ആവുന്നുള്ളതിന്റെ പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ എന്താണ്? 1 - 0.15. കാരണം പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞേക്കുന്നത്, പ്രോബിലിറ്റി സക്സസ് എന്ന് പറഞ്ഞാൽ 1 - 0.15 0.85. അതുപോലെ പ്രോബിലിറ്റി ഓഫ് ബി 0.95, അടുത്ത പ്രോബിലിറ്റി ഓഫ് സി 0.9. ആൻസർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. കാരണം എയും ബിയും പാരലൽ ആണ്, അപ്പൊ അത് യൂണിയൻ ആണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി, കാരണം സീരീസ് ആണ്. ഓക്കെ, ഇത് വീണ്ടും ഇങ്ങനെ പോയിരുന്നെങ്കിലോ, ഇവിടെ ഡിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എഴുതാൻ പറ്റിയേനെ? നമുക്ക് സിയും പിയും വീണ്ടും എന്താണ് സീരീസിലാന്ന് പറയാം. അപ്പൊ ഇന്റർസെക്ഷൻ ഡി എന്നും കൂടെ ഇവിടെ എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അതേപോലെ എന്താ പറയാ, ഇത് ഇങ്ങനെയാന്ന് വെക്കുക, ഇത് എ ഇത് ബി
ഓക്കെ, ഇതിങ്ങനെ വന്നിട്ട് വീണ്ടും സി ഡി ഇങ്ങനെയാണെങ്കിലോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി യൂണിയൻ ടി എന്ന് പറയാം. അപ്പൊ അതാണ് പാരലൽ ആ ഒരു കണ്ടീഷൻ. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പം മനസ്സിലാക്കാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വേറൊരു കൺസെപ്റ്റ്, പാരലൽ സീരീസ് കൺസെപ്റ്റും കൂടെ ഈ ഒരു പ്രോബബിലിറ്റിക്കകത്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? ഈ ഒരു എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന്, നമുക്ക് ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. എ ഇന്റർസെക്ഷൻ സി യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ ഒരു സാധനം യൂണിയൻ ഇത് വന്നു എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് എന്താണ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അഡീഷൻ ചെയ്യണം മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പൊ അതിന് ഇവിടെ പക്ഷേ എന്താ പകുതി എക്ക് പകരം എ ഇന്റർസെക്ഷൻ സി ആണ്, ബിക്ക് പകരം ബി ഇന്റർസെക്ഷൻ സി ആണ്. അപ്പം പി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി, ഓക്കെ, മൈനസ് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്നാണ് വരുന്നത്. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ എന്നിട്ട് മാത്രമല്ല എ ഇന്റർസെക്ഷൻ ബി സി എന്താണ് ഇവിടെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി എന്ന് എഴുതാം, ഇതിനെ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് എഴുതാം, ഇത് നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു സീരീസ് പാരലൽ ടൈപ്പ് രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇത് സീരീസ് ഇവിടെ പാരലൽ നമ്മൾ അതിന്റെ ഫോർമുല എഴുതുന്നു, പിന്നെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് നമുക്ക് ഈ സാധനത്തിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ട് എടുക്കാമെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ വരുന്ന എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി വരുന്ന ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അതെല്ലാം പോസിബിലിറ്റീസ് ആണ്, നമുക്ക് നമ്മുടെ പ്രോബിലിറ്റി വെച്ചിട്ടും അൽജിബ്ര ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പ്രോബിലിറ്റി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. പിന്നീട് നമുക്ക് വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എ ആണ് ബി ആണ്, ഞാൻ പറഞ്ഞു ഇത് എ ഇന്റർസെക്ഷൻ ബി ആണ്, എ യൂണിയൻ ബി ടോട്ടൽ ആണ്, മൊത്തത്തിലാണ്, ഇത് മൊത്തത്തിൽ യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് അറിഞ്ഞാൽ നമുക്ക് പല ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു സംഭവം അറിഞ്ഞാൽ. എന്ന് വെച്ചാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? ഇത് ചെറുതായിരിക്കും, എന്തിനേക്കാളും ചെറുതായിരിക്കും, പി ഓഫ് എനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, പി ഓഫ് ബിനേക്കാളും അത് ചെറുതാണ്, പി ഓഫ് എനേക്കാളോ അല്ലെങ്കിൽ പി ഓഫ് ബിനേക്കാളോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെറുതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി പി ഓഫ് എ യൂണിയൻ ബിനെക്കാട്ടും ചെറുതായിരിക്കും പി ഓഫ് എയും പി ഓഫ് ബിയും, അത് മനസ്സിലാക്കുക. ഇവിടെ ഓക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഓർ പി ഓഫ് ബി എന്ന് എഴുതാം. ആൻഡ് ഇത് ഈ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബിയെക്കാളും ചെറുതായിരിക്കും. കാരണം പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് മൊത്തം വരും, പി ഓഫ് ബി വീണ്ടും ഇത് മൊത്തം വരും. പക്ഷെ എ യൂണിയൻ ബി ആകുമ്പോൾ ഇത് ടോട്ടൽ ഒരുമിച്ചേ വരുള്ളൂ. അപ്പം ഈ ഒരു ഭാഗം 2 പ്രാവശ്യം കാൽക്കുലേറ്റ് ആവും പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആകുമ്പോഴത്തേക്ക്. പി ഓഫ് എ യൂണിയൻ ബി ആകുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം ഒരു പ്രാവശ്യം കാൽക്കുലേറ്റ് ആകത്തുള്ളൂ, പിന്നെ ഈ ഭാഗവും ആയിരിക്കും വരും. അതുകൊണ്ട് തന്നെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് സ്മോളസ്റ്റ്, പിന്നെ പി ഓഫ് എ അല്ലെങ്കിൽ പി ഓഫ് ബി വരും, അതിനുശേഷം പി ഓഫ് എ യൂണിയൻ ബി വരും, അതിനുശേഷം അതിനേക്കാളും വലുതാണ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്നുള്ള കാര്യം ഓർക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പി ആൻഡ് ക്യൂ ആർ ടു റാൻഡം ഇവന്റ്സ്, 2 റാൻഡം ഇവന്റ്സ് ആണ്. ദെൻ ഫോളോയിങ് ഈസ് ട്രൂ. ഒന്ന്, ഇൻഡിപെൻഡൻസ് ഓഫ് പി ആൻഡ് ക്യൂ ഈസ് പി ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഇതല്ല ഇൻഡിപെൻഡൻസിന്റെ കൺസെപ്റ്റ്. പി എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി അടുത്തത്, അപ്പം ഇത് റോങ് ആണ് നമുക്കറിയാം. ഓക്കെ, അടുത്തത് പി ഓഫ് പ്രോബിലിറ്റി ഓഫ് പി യൂണിയൻ ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് പി പ്ലസ് പി ഓഫ് ക്യൂ. നമുക്കറിയാം പി ഉണ്ട് ക്യൂ ഉണ്ട്, അപ്പം പിയുടെയും ക്യൂവിന്റെ സമ്മിനേക്കാൾ കുറവായിരിക്കും എപ്പോഴും. കാരണം ഈ ഒരു സാധനം പി എ, കാരണം വെച്ചാൽ പി ഓഫ് എ പി ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഈ നടുക്കത്തെ ഈ സാധനം 2 പ്രാവശ്യം വരും. പി ഓഫ് എ കൂട്ടുമ്പോഴും പി ഓഫ് ബി കൂട്ടുമ്പോഴും 2 പ്രാവശ്യം അത് വരും. പി എ യൂണിയൻ ബിയിൽ അത് 1 പ്രാവശ്യം വരത്തുള്ളൂ. അപ്പം അത് അല്ലെന്ന് നമുക്കറിയാം. അപ്പം ഇത് റോങ് ആൻസർ ആണ്, അല്ലെങ്കിൽ ഫോൾസ് ആണ്. പിന്നെ അടുത്തത് പി ആൻഡ് ക്യൂ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ ദേ മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ്. നമ്മളത് പറഞ്ഞിട്ടില്ല. പി ആൻഡ് ക്യൂ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്തായാലും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ ഇല്ല, അത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇതുമല്ല. പി ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് പി. അതായത് പി ഓഫ് എ പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് പിയും ഇത് ക്യൂ ആണെങ്കിൽ ഈ ഒരു സാധനം ഇത് എന്തായിരിക്കും, എപ്പോഴും
പിന്നെയും ക്യൂവിനേക്കാളും കുറവായിരിക്കും. ഇനി ക്യൂ എന്ന് പറഞ്ഞ സാധനം നൾ സെറ്റ് ആണെന്ന് വിചാരിക്കുക, ക്യൂ എന്ന് പറഞ്ഞ സാധനം നൾ സെറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം പി ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതും നൾ സെറ്റ് ആയിരിക്കും, ഓർക്കുക. അപ്പോ എന്താ, ഇത് പി നൾ സെറ്റ്, ക്യൂ ഇല്ല. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? നൾ സെറ്റ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കൂടെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി വേറൊരു കൺസെപ്റ്റ് നോക്കിക്കോളൂ. പി ഓഫ് പി ഇത് തന്നെയാണ്, ക്യൂ അത് തന്നെയാണെന്ന് വിചാരിക്കുക. പിയും ക്യൂവും ഒരേ സർക്കിൾ തന്നെയാണ്. അപ്പോൾ ആ പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂ ആയിരിക്കും. അപ്പം അത് ഈക്വൽ ടു ആവാം കേട്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവാൻ വേണ്ടി പറ്റും എന്ന കാര്യം ഓർക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് എ ബി സി അല്ല ഡി ആണ് നമ്മുടെ ഇവിടെ ട്രൂ ആയിട്ടുള്ള ആൻസർ എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതാണ് കോൺസെപ്റ്റ് 4. ഇനി കോൺസെപ്റ്റ് 5 പഠിക്കാം. സംതിങ് ഇമ്പോർട്ടൻറ്റ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ എഴുതുന്നത് എ ഗിവൺ ബി എന്നാണ് നമ്മൾ എഴുതുന്നത്. എ ഗിവൺ ബി എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ മാത്തമാറ്റിക്സ് വിട്ടിട്ട് ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ മീനിങ് എന്താന്ന് നോക്കിയോ. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ഇവന്റ് എ, പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ഇവന്റ്, അതായത് പി ഓഫ് എ തന്നെയാണ്. ഓക്കെ, ഗിവൺ ബി ഓൾറെഡി ഹാപ്പൺ, ബി ഓൾറെഡി ഹാപ്പൻ ആയെങ്കിൽ എന്താണ് എ ഹാപ്പൻ ചെയ്യാനുള്ള മാനദണ്ഡം എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അതെങ്ങനെ നമ്മൾ എഴുതുന്നത്? പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട്. അതായത് പി എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ് പി ഓഫ് എ ഗിവൺ ബി. ഓക്കെ, അതിനകത്ത് പി ഓഫ് ബി എന്തായിരിക്കരുത്? 0 ആവാൻ പാടില്ല. അതായത് നമ്മൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ബി ഓൾറെഡി ഹാപ്പൻഡ് ആണ്. അപ്പൊ അവിടെ സം പ്രോബിലിറ്റി എന്തായാലും ഉണ്ടായിരിക്കണം. ആ പ്രോബിലിറ്റി 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എ ഗിവൺ ബിക്ക് അർത്ഥം ഇല്ലാതായി പോകും. അതുകൊണ്ട് പി ഓഫ് ബി 0 ആവാൻ പാടില്ല, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. അതുപോലെ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഗിവൺ ബി അല്ല, അത് പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ, അതായത് പി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. രണ്ടാമത് വന്ന സാധനമായിരിക്കും താഴെ വരിക, ഓർക്കുക. ഇവിടെ രണ്ടാമത് വന്ന സാധനമായിരിക്കും താഴെ വരിക, മേളിൽ എ ഇന്റർസെക്ഷൻ ബി അല്ലെങ്കിൽ ബി ഇന്റർസെക്ഷൻ എ, രണ്ടും ഒന്ന് തന്നെയായിരിക്കും കിട്ടുക. ഇവിടെയും പി ഓഫ് എ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിക്കുന്നത്. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ എയും ബിയും രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്തായിരിക്കും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പി ഓഫ് എ ഗിവൺ ബി ൽ ബിക്ക് യാതൊരു പങ്കും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡിവൈഡ് പി ഓഫ് ബി ആയിട്ട് പി ഓഫ് എ തന്നെ ആയിട്ട് വരും, പി ഓഫ് എ ഗിവൺ ബി. കാരണം ബിക്ക് എയുമായിട്ടൊരു ബന്ധമില്ല, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. രണ്ട് ഇവന്റ്സിന് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ? ബി നടന്നോ നടന്നില്ല, ഇറ്റ്സ് ഡസന്റ് മാറ്റർ, എയുടെ പ്രോബിലിറ്റി അതിൽ അഫക്ട് ചെയ്യത്തതേ ഇല്ല. മനസ്സിലായോ? അഫക്ട് ചെയ്യുന്ന കേസിലാണ് നമുക്ക് പി ഓഫ് എ ഗിവൺ ബിക്ക് പ്രത്യേകം ഇക്വേഷൻ വേണ്ടി വരുന്നത്. അല്ലാത്ത കേസിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ തന്നെയാണ്, കാരണം ബി എനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എ ആയിരിക്കും, പി ഓഫ് എ ആയിരിക്കും, പി ഓഫ് ബി ഗിവൺ എ പി ഓഫ് ബി തന്നെ ആയിരിക്കും. ഇൻഡിപെൻഡന്റ് ഇവന്റ് അല്ലെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, അതാണ് സംഭവം. അടുത്തത് നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റി കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞെന്നുള്ളതായിരുന്നു. 2 ഫെയർ ഡൈസ് റോൾ ചെയ്യുന്നു, 2 ഫെയർ ഡൈസ് റോൾ ചെയ്യാണ്. ഓക്കെ, ഇഫ് സം 8 അപ്പിയർഡ്, സം 8 അപ്പിയർ ചെയ്തു ഗിവൺ, കണ്ടോ ഇത് നടന്നു കഴിഞ്ഞു, ഇത് നടന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3. എ അതായത് സം 8 കിട്ടിയെങ്കിൽ ഡൈസ് ഏതെങ്കിലും ഒരെണ്ണം 3 ഷോ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്, 1/5, 2/5, 3/5, 4/5. സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് 2 ഇവന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് സം 8 അപ്പിയർ ചെയ്യുന്നത്, 2 ഡൈസ് റോൾ ചെയ്യുമ്പോൾ സം 8 അപ്പിയർ ചെയ്യുന്ന ഒരു ഇവന്റ്. ഓക്കെ, അതുപോലെ 1 ഓഫ് ദ ഡൈസ് 3 കാണിക്കുന്ന വേറൊരു ഇവന്റ്. ഈ 2 ഇവന്റിന്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും എന്നറിയാമോ? ഈ 2 ഇവന്റ് സാമ്പിൾ സ്പേസ് 36 എണ്ണം ഉണ്ടാവും. കാരണം വെച്ചാൽ 2 ഡൈസ് റോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ 1 1 1 2 1 3, അതായത് 1,2 1,3 അങ്ങനെ 1 6 വരെ. പിന്നെ 2ന്റെ ഇങ്ങനെ 2,1 2 2 അങ്ങനെ 2 6 വരെ പോവും. അതുപോലെ നമുക്ക് 6 1 1 6 2 6 3 അങ്ങനെ നമുക്ക് 6 6 വരെ മൊത്തം 36 എണ്ണം കിട്ടും. കാരണം ഇവിടെ 6 എണ്ണം ഉണ്ട്, ഇവിടെ 6 എണ്ണം ഉണ്ട്, മൊത്തം 36 ആണ് നമ്മുടെ
സാമ്പിൾ സ്പേസിന്റെ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസിന്റെ എലമെന്റ്സ് അത്ര 36 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ആ സാമ്പിൾ സ്പേസിന്റെ എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം. എ എന്ന് പറഞ്ഞാൽ സം 8 അപ്പിയർ ചെയ്യുന്നതാണ് എ എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? നമ്മുടെ 36 എണ്ണത്തിനകത്ത് 2 6 കാരണം സം 8 വരുന്നുണ്ട്, 3 5 സം 8 വരുന്നുണ്ട്, 4 4 സം 8 വരുന്നുണ്ട്, 5 3 3 5 എന്നല്ല 5 3 കാരണം ഒരു ഡൈസിൽ 3 വരുന്നതും അതേ ഡൈസിൽ 5 വന്നതിന് മറ്റൊന്ന് 3 വരുന്നതും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 5 3 വേറൊരു ഇവന്റിനകത്തൊരു എലമെന്റ് ആണ്, 6 2 വേറൊരു ഇവന്റിനകത്ത് എലമെന്റ്. അപ്പം സം 8 അപ്പയർ ചെയ്യുന്ന 5 ഇവന്റ്സ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് എ. ഇനി അടുത്ത ബി എന്താ? വൺ ഓഫ് ദ ഡൈസ് 3 ഷോ ചെയ്യണം. അങ്ങനെ എന്തൊക്കെ വരാം? 1 3 2 3 3 3 4 3 5 3 6 3 3 1 3 2. വീണ്ടും 3 3 എഴുതത്തില്ല, കാരണം ഒരു 3 3 ആൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും 3 3 എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ 2 3 3 2 ഡിഫറെന്റ് ആണ്. 3 3 എന്ന് പറഞ്ഞ സാധനം എപ്പോഴും സെയിം ആയിരിക്കും അല്ലെ? രണ്ട് ഡൈസിലും 3 വരുന്നത് എപ്പോഴും രണ്ട് ഡൈസിലും 3 വരുന്നത് തുല്യമായിരിക്കും. അപ്പൊ അങ്ങനെ 3 4 3 5 3 7 1 2 3 4 5 6 7 8 9 10 11 11 എണ്ണമാണ് നമുക്ക് ബിയിലുള്ളത്. നമ്മുടെ ചോദ്യം എന്താണ്? പി ഓഫ് ബി ഗിവൺ എ, അതായത് ഇഫ് സം 8 അപ്പിയർഡ്, അതായത് എ ഗിവൺ ആയി ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദാറ്റ് ദ വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3. ബി ആണ് ചോദിച്ചിരിക്കുന്നത്. പി ഓഫ് ബി ഗിവൺ എ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. പി ഓഫ് ബി ഗിവൺ എ കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ്. ഫൈൻ അല്ലേ? അപ്പോ നമുക്ക് ഇതിനകത്ത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആദ്യം കണ്ടുപിടിക്കാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ത് വരും? ഇവിടെയും വരുന്ന എലമെന്റ്സ് രണ്ടെണ്ണേ ഉള്ളൂ, 3 5 ഉം 5 3. അതായത് സം 8 ആവുകയും വേണം, എന്നാൽ ഒരു ഡൈറ്റ് 3 ഷോ ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഇവന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിൽ വരുന്ന. 3 5 ഉം 5 3 മാത്രമേ വരുള്ളൂ. അപ്പോ പി ഓഫ് ബി ഗിവൺ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ്. അത് 2 by 36, കാരണം ഇത് 2 ആണ്. 2 by 36 എന്താ? ടോട്ടൽ നമ്പർ ഓഫ് നമ്മുടെ സാമ്പിൾ സ്പേസ്. അതുപോലെ ഡിവൈഡ് ബൈ 5 by 36, കാരണം പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 5 എലമെന്റ്സ് ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസിനകത്ത് 36. അങ്ങനെ 2 by 5 ആയിരിക്കും നമ്മുടെ പ്രോബിലിറ്റി. എന്തിന്റെ? ഇഫ് സം 8 അപ്പിയർഡ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി ആണ് 2 by 5. ഈ സെയിം സാധനം നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. ഒന്ന് തിരിച്ചു ചോദിക്കാം. 2 ഫെയർ ഡൈസ് റോൾ ചെയ്യുന്നു. ഇഫ് വൺ ഓഫ് ഡൈസ് ഷോസ് 3, വൺ ഡൈസ് ഷോ 3 പ്രത്യേകം പറയുന്നുണ്ട്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് സം അപ്പിയർ ഈസ് 8. നേരത്തെ സം 8 ആണെങ്കിൽ വൺ ഓഫ് ദ ഡൈ 3 ആവാനുള്ള സാധ്യത. ഇത് വൺ ഓഫ് ദ ഡൈ 3 ആണെങ്കിൽ സം 8 ആവാനുള്ള സാധ്യത. വീണ്ടും എയും ബി ഒന്നും മാറുന്നില്ല. എ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, ബി നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ. പക്ഷേ നമ്മുടെ ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡ് ബൈ പി ഓഫ് ബി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം എ ഇന്റർസെക്ഷൻ ബി നമുക്ക് വീണ്ടും എന്ത് സംഭവിക്കുന്നത്? ഓക്കെ, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3 വരുന്നത് 1 3 2 3 3 3 4 3 5 3 6 3 3 1 3 2. ഓക്കെ, അത് നമുക്കറിയാം. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സം അപ്പിയേഴ്സ് 8 2 6 3 5. ഇത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. നമുക്ക് വേണ്ടുന്നത് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ആണ്. പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ഇസ് ഈക്വൽ ടു പി ഓഫ് ബി intersection A divided by P of A. B intersection A എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് നമുക്ക് എഴുതേണ്ടത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എന്താ ഉള്ളത്? 3 5 കണ്ടോ? 3 5 ഇവിടെ വരുന്നുണ്ട്, 3 5 ഇവിടെ വരുന്നുണ്ട്, അതുപോലെ 5 3 ഇവിടെ വരുന്നുണ്ട്, 5 3 ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, വേറെ ഒന്നും വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാല്യൂ തന്നെ 2 by 36 ആണ് P of B intersection A വരുന്നത്. 2 by 36 ഡിവൈഡ് ബൈ പി ഓഫ് എ എന്താണ് വരുന്നത്? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6 7 8 9 10 11 ഡിവൈഡ് ബൈ 36 ആണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ആൻസർ 2 ഡിവൈഡ് ബൈ 11 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എനിക്ക് നേരത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ എന്തോ ചെറിയ എറർ പറ്റിയെന്നാണ് തെറ്റിപ്പോയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം നേരത്തെ കിട്ടിയ അതും നമ്മുടെ ഈ ഒരു കിട്ടിയ 2 by 5 വാല്യൂവും 2 by 11 വാല്യൂവും ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് എ ഗിവൺ ബിയും ബി ഗിവൺ എയും ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. രണ്ട് ക്വസ്റ്റ്യൻസിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
two fair dice rolled and sum r of the numbers turned is considered. Okay, ഇപ്പൊ രണ്ട് ഫെയർ ഡൈസ് റോൾ ചെയ്ത് എന്നിട്ട് സം ഓഫ് ആർ ഓഫ് ദ നമ്പേഴ്സ് ടേൺ, അതായത് ആ രണ്ട് ഇതിനകത്തുള്ള നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്പേഴ്സ് ടേണിന്റെ ആ രണ്ട് ഡൈസിനകത്തുള്ള നമ്പറുകളുടെ സം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് r is equal to 8 given that r by 4 is an integer is 5 by 9. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ഇത് നമുക്ക് എ എന്നൊരു ഇവന്റ് വിളിക്കാം, എന്നിട്ട് നമുക്ക് പി ഓഫ് എ കണ്ടുപിടിക്കാം. പി ഓഫ് എ കണ്ടുപിടിക്കേണ്ട എ എന്ന് പറഞ്ഞ ഇവന്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എയിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ ബി എന്നുള്ളതിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കുക. പിന്നീട് പറഞ്ഞേക്കുന്നത് എന്താണ്, പി ഓഫ് എ ഗിവൺ ബി 5/9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കാൻ വേണ്ടി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ശരിയാണോ ഉത്തരം തെറ്റാണോ ഉത്തരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ r is equal to 8 എന്ന് പറഞ്ഞാൽ എന്താ, സം 8 തന്നെയാണ്, വേറെ ഒന്നും നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന 5 ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് തന്നെ ഇവിടെ ഉണ്ട്. ഇനി ബി എന്ന് പറഞ്ഞാൽ r by 4 ഇന്റിജർ ആവുന്ന നമ്പർ ഓഫ് ഇവന്റ്സിനകത്തുള്ള എലമെന്റ്സിന്റെ r by 4 ഇന്റിജർ ആവണം. അപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കണം. 1ഉം 2ഉം കൂടെ സം ചെയ്താ എന്താ പറ്റും, 3 ആവും. 3/4 എന്താവും, ഇന്റിജർ അല്ല. അപ്പോൾ 1ഉം 3ഉം നോക്കാം, 1ഉം 3 നോക്കുമ്പോൾ പറ്റും. ഓക്കെ, 1ഉം 4ഉം നോക്കിയാൽ പറ്റൂല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നോക്കി 1 തൊട്ട് 1 തൊട്ട് 6 വരെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും നമ്പേഴ്സ് കിട്ടും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം എ ഗിവൺ ബി നമ്മൾ ചെയ്യുക. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതായത് രണ്ടിനകത്തും ഈക്വൽ ആയിട്ട് വരുന്ന 5 എലമെന്റ്സ് ഉണ്ട്, 5/36 അതുകൊണ്ട് വരുന്ന ഡിവൈഡ് പി ഓഫ് ബി ഇത്രയും 1 2 3 4 5 6 7 8 9 വരും, 9/36 അങ്ങനെ 5/9 കിട്ടും. സോ 5/9 ആൻസർ ട്രൂ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ, അങ്ങനെയാണ് നമ്മൾ ടു ഫെയർ ഡൈസ് റോള് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്, കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് 6 ജസ്റ്റ് ഒരു ഇക്വേഷൻ ആണ്. പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി. ആദ്യം ആഡ് ചെയ്യുക, പിന്നീട് ഇന്റർസെക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുക. മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇനി കൺസെപ്റ്റ് 7 ടോട്ടൽ പ്രോബിലിറ്റി ആൻഡ് ബേസ് തിയറം, ഇറ്റ്സ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ഈ കേസിൽ നമ്മളൊരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ എക്സാമ്പിൾസ് നമ്മൾ പറയും. പക്ഷേ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഓട്ടോമൊബൈൽ കമ്പനി പർച്ചേസ് ചെയ്യും ബോൾട്ട് ഫ്രം 2 സപ്ലൈസ്, എക്സിൻ്റെ നിന്നും വൈ നിന്നും ഈ ഓട്ടോമൊബൈൽ കമ്പനി നമ്മുടെ എന്ത് പർച്ചേസ് ചെയ്യും, ബോൾട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് എക്സിൽ നിന്ന് 60% ബോൾട്ട് പർച്ചേസ് ചെയ്യും. ഓക്കെ, അതുപോലെ വൈയിൽ നിന്ന് 40% ബോൾട്ട് പർച്ചേസ് ചെയ്യും. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ എക്സിൽ നിന്ന് വാങ്ങിച്ച അതിനകത്ത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്താൽ 96% റിലയബിൾ ആണെന്ന് മനസ്സിലാവും. അതുപോലെ നമ്മുടെ വൈയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ 40% ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 72% അവർ റിലയബിൾ ആയിരിക്കും. ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇഫ് ഐ ടേക്ക് എ റിലയബിൾ ബോൾട്ട് റാൻഡംലി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഇറ്റ് ഈസ് ബോൾട്ട് ഫ്രം വൈ? സോ ചോദിച്ചേക്കുന്നത് പി ഓഫ് വൈ ഗിവൺ ആർ ആണ്. റിലയബിൾ ആയ സാധനമാണ് ഞാൻ എടുക്കുന്നത്, അത് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ അത് വൈയിൽ നിന്ന് വരാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. ഇതാണ് നമുക്ക്, അല്ലെങ്കിൽ വൈ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ നമുക്ക് ഇതിനെ മാത്തമാറ്റിക്കൽ ടേംസിലോട്ട് മാറ്റാം. ഇത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, കൺസെപ്റ്റ് എഴുതിയേക്കുന്നത്, നമുക്കിത് മാത്തമാറ്റിക്സിലോട്ട് മാറ്റാം. പ്രോബിലിറ്റി ഓഫ് എക്സ്, അതായത് എക്സിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റി 0.6 ആണ്. ഓക്കെ, അതുപോലെ പ്രോബിലിറ്റി ഓഫ് വൈ 0.4 ആണ്, കാരണം 40% ആണ്. മനസ്സിലായില്ലേ? അടുത്തത് പി ഓഫ് ആർ അല്ല, പി ഓഫ് ആർ ഗിവൺ എക്സ്, എക്സിൽ നിന്ന് വന്ന സാധനമാണ്, എക്സിൽ നിന്ന് വന്ന സാധനം റിലയബിൾ ആവാനുള്ള പ്രോബിലിറ്റിയാണ് 0.96. ഓക്കെ, അതുപോലെ വൈയിൽ നിന്ന് വന്ന സാധനം റിലയബിൾ ആണ് ആവാനുള്ള പ്രോബിലിറ്റി 0.72. ആർ ഗിവൺ വൈ, റിലയബിൾ ഗിവൺ വൈ. ചോദിച്ചേക്കുന്ന ഓർമ്മയുണ്ടെന്ന് നമ്മൾ പറഞ്ഞെന്താ, പി ഓഫ് വൈ ഗിവൺ ആർ, റിലയബിൾ ആണ് എങ്കിൽ വൈ നിന്ന് വരാനുള്ള സാധ്യത ഇതാണ് ചോദിച്ചത്. അത് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് പി ഓഫ് എക്സും പി ഓഫ് വൈയും പി ഓഫ് ആർ ഗിവൺ എക്സും പി ഓഫ് ആർ ഗിവൺ വൈയും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പി ഓഫ് ആറിന്റെ ഇക്വേഷൻ എന്താണ്. പി ഓഫ് ആറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് ആർ ഗിവൺ എക്സ് പ്ലസ്
P of y into P of r given by. ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് P of r? P of r ന്റെ ഇക്വേഷൻ ആണ് P of x into P of r given x plus P of y into P of r given by. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പ്ലസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്ന P of r കിട്ടുന്ന. ആദ്യം മനസ്സിലാക്കേണ്ട P of r കണ്ടുപിടിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇനി P of y given r ന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ അറിയാവുന്നത്? P of y intersection r, okay, P of y intersection r divided by P of r. We know that. And നമുക്ക് വേറൊരു കാര്യം അറിയാം, P of r ന്റെ ഇക്വേഷൻ ഇതാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറുന്നറിയാവോ? നമ്മൾ ഈ ഒരു സാധനം ഇവിടെ ഇതിന് പകരം ഇടും, പിന്നെ നമുക്ക് ഇതും കൂടെ നമുക്ക് വരും. സോ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതി നോക്കാം. P of y given r is equal to എന്താണ്? P of y intersection r divided by P of x into P of r given x plus P of y into P of r given y. Okay. ഇനി ഈ ഒരു സംഭവം കൂടെ നമ്മൾ ചെയ്താൽ മതി. ഒരു കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഞാൻ ഇവിടെ മാറ്റി എഴുതുവാണ്. ഒരു കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, y ഇന്റർസെക്ഷൻ r എന്ന് പറഞ്ഞാലും r ഇന്റർസെക്ഷൻ y എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് നമുക്കറിയാം. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ P of y ഇന്റർസെക്ഷൻ r, കാരണം നടുക്കത്തെ ആ ഒരു രണ്ട് രണ്ടായിരം നടുക്കത്തെ കാര്യമാണ്. P of y ഇന്റർസെക്ഷൻ r എന്ന് പറഞ്ഞാൽ P of r ഇന്റർസെക്ഷൻ y തന്നെയായിരിക്കും. Now നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, അതായത് P of r given y ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. P of r given y ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ P of r intersection y divided by P of y ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്ത് P of r intersection y ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? P of r intersection y എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം, ഈ ഒരു വാല്യൂ നമുക്കറിയാം, ഈ വാല്യൂ നമുക്കറിയാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ P of r given y ജസ്റ്റ് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ആണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഈ ഒരു സാധനത്തിനെ ഇവിടെ ഇടുന്നതായിരിക്കും നമ്മുടെ P of y given r ശരിക്കും. അതായത് P of r given y into P of y. സിമ്പിൾ ആണ്. ഒന്ന് നമ്മൾ P of r കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, P of y given r കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് P of y ഇന്റർസെക്ഷൻ r തന്നെ P of r ഇന്റർസെക്ഷൻ y തന്നെ ആയിരിക്കും. അപ്പം അത് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ രീതിയിലൂടെ r given y ൽ നിന്ന് P of r ഇന്റർസെക്ഷൻ y നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടും. ആക്ച്വലി ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി, പക്ഷെ വരുന്ന രീതി നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർ അത് മനസ്സിലാക്കി വിചാരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പിറകോട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമില്ല. നമ്മൾ മാത്സിൽ ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള വെറുതെ +1 എന്നൊക്കെ എഴുതത്തില്ലേ, പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ആണ് വിളിക്കുന്നത്. അങ്ങനെ ചെയ്ത് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. ബെയസ് തിയറത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇത് ഓർത്ത് വയ്ക്കാനുള്ള ഒരു വഴി കൂടെ പറഞ്ഞുതരാം. അപ്പം P of y given r ചോദിച്ചേക്കുന്നത് ചില സമയത്ത് P of x given r ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ P of y given r ചോദിച്ചേക്കുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒന്ന് താഴെ നമ്മൾ P of r അങ്ങ് എഴുതണം. അത് നമുക്ക് ഓൾറെഡി അറിയാം. P of x into P of r given x plus P of y into P of r given y. പിന്നീട് ഇവിടെ y ഉം r ഉം ആണ് വന്നേക്കുന്നെങ്കിൽ ആ y ഉം r ഉം വരുന്ന ആ ഒരു താഴത്തെ ടേമിനെ മേലോട്ടൊന്ന് മാറ്റി വെച്ച് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുകൂടെ എഴുതി നോക്കാം. P of x given r ഉം കൂടെ എഴുതി നോക്കാം. അപ്പം എന്താ, ആദ്യമേ നമ്മൾ താഴത്തത് അതുപോലെ എഴുതണം. എന്താണ്? P of x, r അല്ല കേട്ടോ, ഇത് P ആണ്. എഴുതി വന്ന മിസ്റ്റേക്ക് ആണ്, ഇത് P ആണ്. P of x into P of r given x plus P of y into P of r given y. ഓക്കെ, ഇനി നമുക്ക് x y വന്നിരിക്കുന്നത് ഈ ടേമിന് മേലോട്ട് എഴുതുക. P of x into P of r given x. ഇതാണ് നമ്മുടെ പ്രോബിലിറ്റി. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് P of y given r 0.334 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക.
ഓക്കെ, അതുകൂടെ ഓർത്ത് വെച്ചിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ടോട്ടൽ പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസും അങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. ഇനി അടുത്തത് നമുക്ക് വേണ്ടുന്നത് കോൺസെപ്റ്റ് 7 ആണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും റാൻഡം വേരിയബിളിനെ പറ്റി. അതായത് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി മാറി നമ്മളൊരു ഡിസ്ട്രിബ്യൂഷന്റെ കുറച്ച് ആസ്പെക്ട്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റും കൗണ്ടബിൾ ആയിട്ടുള്ള ഇവന്റ്സ് ആണ് ആ ഒരു സാമ്പിൾ സ്പേസിൽ ഉള്ളതെങ്കിൽ അത് നമുക്ക് ഡിസ്ക്രീറ്റ് എന്ന് വിളിക്കാം. അതേസമയം കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന എപ്പോഴാണ് ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും, പക്ഷേ അൺകൗണ്ടബിൾ, നമുക്ക് അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റൂ. ഡിസ്ക്രീറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നൗ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടുന്ന ഒരു സാധനത്തിന് പേരാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് റാൻഡം വേരിയബിൾ? ഇറ്റ് റെപ്രസെന്റ് സബ്ജക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ എ ന്യൂമറിക്കൽ ഫോർമാറ്റ്. ഓക്കെ, അതായത് ഇപ്പം ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു ടെയിൽ എന്നൊക്കെ ഉള്ള സാധനത്തിനെ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ടെയിലൊക്കെ വീഴാം. ഹെഡിന് നമുക്ക് 1 എന്നും ടെയിലിന് നമുക്ക് 0 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഇൻ ന്യൂമറിക്കൽ ഫോർമാറ്റ്. ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ന്യൂമറിക്കൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ആ ഒരു റാൻഡം വേരിയബിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് ഡിസ്ക്രീറ്റിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പി ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ആയിട്ടിരിക്കുന്നത്, അതായത് ഇപ്പം എക്സിന്റെ വാല്യൂ നമുക്ക് മാറ്റാം. എക്സിന്റെ വാല്യൂ 1 എന്നോ എക്സിന്റെ വാല്യൂ 2 എന്നോ എക്സിന്റെ വാല്യൂ 3 എന്നോ അങ്ങനെയൊക്കെ വരുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ഇത് നമുക്കൊരു ഡൈയുടെ കേസിൽ പറയാം. ഡൈ നമുക്ക് റാൻഡം വേരിയബിൾ 1 2 3 4 5 6 എന്ന 6 നമ്പേഴ്സ് വരാൻ പറ്റും. അത് മാത്രം വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ, മനസ്സിലായില്ലേ? അതേസമയം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ആർ ഈക്വൽ ടു ബി. അതായത് ഇപ്പം നമുക്കിപ്പം 2ഉം 3ഉം ഉണ്ടെന്നുണ്ടെങ്കിൽ 2ന്റെയും 3ന്റെയും ഇടയ്ക്ക് എന്ത് വാല്യൂ വന്നാലും അത് എക്സിന് കൂട്ടും. സി, അതായത് 2.11 2.112 ഓക്കെ, അങ്ങനെയുള്ള ആ ഇൻറ്റിജർ വാല്യൂസും എല്ലാം നമുക്ക് എടുക്കുന്ന ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അതിനെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനെ പറയത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കോയിന് ടോസ് ചെയ്യുന്ന എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഓക്കെ, 2 കോയിൻ എന്ന് പറഞ്ഞാൽ ഒന്നിന് ഹെഡും ടെയിലും വരാം ഒരു സാമ്പിൾ സ്പേസിൽ, വീണ്ടും ഒരു ഹെഡും ടെയിലും വരാം അടുത്ത സാമ്പിൾ സ്പേസിൽ. അങ്ങനെ നമുക്ക് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതായിരിക്കും ടോട്ടൽ സാമ്പിൾ സ്പേസ്. ഹെഡ് 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 ടെയിൽ ടെയിൽ ഹെഡ് ടെയിൽ ടെയിൽ, ഇങ്ങനെ 4 രീതിയിൽ വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എക്സ് എന്ന് പറയുന്ന നമ്മുടെ റാൻഡം വേരിയബിളിനെ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് വിളിച്ചാൽ p of x is equal to 0. അപ്പം നമ്പർ ഓഫ് ഹെഡ്സ് is equal to 0 എന്നുള്ള സാധനത്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു ന്യൂമറിക്കൽ ടേം അല്ല, അത് നമുക്ക് ന്യൂമറിക്കൽ ടേം ആയിട്ട് മാറ്റി. എക്സ് റാൻഡം വേരിയബിൾ 0 ആവുന്നു, റാൻഡം വേരിയബിൾ 1 ആവുന്നു, റാൻഡം വേരിയബിൾ 2 ആവുന്നു. ഓക്കെ, അപ്പം റാൻഡം വേരിയബിൾ 0 ആവുന്നതിന്റെ അർത്ഥം എന്താ? നമ്പർ ഓഫ് ഹെഡ്സ് 0 ആവണം. നമ്പർ ഓഫ് ഹെഡ്സ് 0 ആവുന്ന എത്ര പ്രോബബിലിറ്റി ഉണ്ട്? ടെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1/4. എക്സ് 1 ആവുന്നു, അതായത് നമ്പർ ഓഫ് ഹെഡ് 1 വരുന്നത് ഇത് മാത്രമേ വരുള്ളൂ. അപ്പം 2/4 അല്ലെങ്കിൽ 1/2. അതുപോലെ എക്സ് 2 ആവുന്ന 2 ഹെഡ് വരുന്ന ഒരു കേസ് മാത്രമേ വരുന്നുള്ളൂ, അതിന്റെ പ്രോബബിലിറ്റി 1/4. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഈ പ്രോബബിലിറ്റികളെല്ലാം റാൻഡം വേരിയബിളിന് കിട്ടാൻ പറ്റുന്ന വാല്യൂസ് എല്ലാം ഇട്ട് പ്രോബബിലിറ്റി എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും എന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കാം. p of x is equal to 0 plus p of x is equal to 1 plus p of x is equal to 2 എന്ന് പറഞ്ഞാൽ 1 ആണെന്നുള്ള സത്യം മനസ്സിലാക്കാം. ഓക്കെ, ഈ p of x is equal to x എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. മാസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അതിന് ഇട്ടേക്കുന്ന ഒരു പേരാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് 3 സാധനങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് മീന്, ഒന്ന് വേരിയൻസ്, ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് തന്നെ നമുക്ക് എന്തിനും പഠിക്കാനുണ്ട്? നമ്മുടെ ഡിസ്ക്രീറ്റ് അല്ലാത്ത കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് അല്ലെങ്കിൽ അതിനാണ് മീൻ എന്ന് വിളിക്കുന്നത്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് എക്സ് എ ഇൻറ്റു പി ഓഫ് എക്സ് എ ഇസ് ഈക്വൽ ടു എക്സ്. ഫ്രം എക്സിന് കിട്ടുന്ന ലോവസ്റ്റ് വാല്യൂ തൊട്ട് എക്സിന് കിട്ടുന്ന അപ്പർ വാല്യൂ വരെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം ഈ കേസ് നോക്കാം. ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? എക്സിന് 0 കിട്ടും, 1 കിട്ടും, 2 കിട്ടും. ഓക്കെ, അങ്ങനെ 3 രീതി നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് സം ഓഫ്, അല്ലെങ്കിൽ നമുക്ക് സം ഡയറക്റ്റ് എഴുതാം. എക്സിന് ആദ്യം 0 വാല്യൂ ഇടുമ്പോഴത്തേക്ക് 0 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എത്ര? 1/4 പ്ലസ് അടുത്തത്
1 into okay, probability of x is equal to എന്ന് പറഞ്ഞാൽ എന്താ 1/2. okay, അടുത്തത് 2, x is equal to 2 into p of x is equal to 2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അതിന്റെ വാല്യൂ കിട്ടുക? അതിന്റെ വാല്യൂ ഇത് ക്യാൻസൽ ആയി പോകും. ഇത് 1/2 ആണ്. 1/2 plus 1/2 1 എന്നുള്ളതാണ് ഇതിന്റെ മീൻ വാല്യൂ എന്ന് പറയാൻ. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ മീൻ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കി വെച്ചേക്കുക എന്നുള്ളതേ ഉള്ളൂ. വളരെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. e of x square minus e of x the whole square. ഓർത്ത് വയ്ക്കുക, expectation of x minus expectation of x the whole square. Expectation of x square minus expectation of x the whole square. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വേരിയൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വേരിയൻസ്, ഇതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന സാധനമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഈ 3 സാധനങ്ങളാണ് നമുക്കൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കുന്നത്. എക്സ്പെക്ടഡ് വാല്യൂ x കണ്ടുപിടിക്കുക, e of x, വേരിയൻസ് കണ്ടുപിടിക്കുക, e of x square minus e of x the whole square, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, പ്ലസ് ഓർ മൈനസ് വേരിയൻസ് ഓഫ് x. ഓക്കെ, അതാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയിരിക്കത്തില്ല, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മനസ്സിലാവും. അതായത് ആ ഒരു കർവിന്റെ ഏരിയ -∞ to ∞ വരെയുള്ള ആ ഒരു കർവിന്റെ ഏരിയയുടെ സമ്മ് 1 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സിമ്പിൾ അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, വേരിയൻസ് എക്സ്, എസ് ടി, ഇത് 2-3 കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക? ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഇക്വേഷൻ മനസ്സിലാക്കുക. -∞ to ∞ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ കിടക്കുന്ന കണക്കാണ് ഇവിടെ സം ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ -∞ to ∞ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ല, ഇത് എക്സ് ഓഫ് എക്സ് ഡി എക്സ് ആയിരുന്നു, ഇവിടെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു എക്സും കൂടെ എക്സ്ട്രാ വരും. കണ്ടോ? ഇത് എന്താ രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലായോ? ഇവിടെ എക്സ് ഇൻറ്റു പി ഓഫ് അതിന്റെ സമ്മേഷൻ ആണ്, മറ്റടുത്ത് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ എക്സ് ടൈംസ് എന്താണ്? എക്സ് ടൈംസ് എന്താണ്? എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഡി എക്സ് -∞ തൊട്ട് ∞ വരെ ഉള്ള ഇന്റഗ്രൽ ആണ്. അത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക ഒരു പേപ്പർ എടുത്തിട്ട് അല്ലേ. അങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ ഓഫ് എക്സ് ഇവിടെ കിട്ടി. അതുപോലെ വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതേ ഫോർമുല വെച്ച് നമുക്ക് ഇ ഓഫ് എക്സ് സ്കോർ കണ്ടുപിടിക്കാൻ പറ്റും, ഇ ഓഫ് എക്സിന്റെ ഹോൾ സ്കോറും കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് കിട്ടും. അതിന്റെ ഫോർമുല മാറൂല. വേരിയൻസിന്റെ ഫോർമുല അവിടെ ഇവിടെ ഒന്ന് തന്നെയാണ്. എക്സ്പെക്ടേഷന്റെ ഫോർമുല അവിടെ ഡിഫറെന്റ് ആണ്. അവിടെ സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. x0, x1, x2 അങ്ങനെയുള്ള എല്ലാ വാല്യൂസിനും നമ്മൾ സം ചെയ്തെടുക്കണം. ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, ഇവിടെ -∞ to ∞ ഇന്റഗ്രൽ x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ മാറത്തില്ല. വേരിയൻസിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് എടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, a random variable x has the probability distribution function f of x is equal to k divided by 1 plus x square -∞ തൊട്ട് x ∞ വരെ പോകുന്നുണ്ട്. അപ്പോ എന്താണ് k യുടെ വാല്യൂ എന്നാണ് ചോദിച്ചത്. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഫസ്റ്റ് കാര്യം എന്താ? -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റിയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഫോർമുല എപ്പോഴും ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം സോൾവ് ചെയ്യും. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/1 plus x square അത് ഇന്റഗ്രൽ tan inverse x ആണ്. അതായത് tan inverse x ന്റെ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/1 plus x square കിട്ടും. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്താൽ തിരിച്ച് tan inverse x കിട്ടും. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ tan inverse ∞ നമുക്കറിയാം π/2 ആണ്, tan inverse -∞ നമുക്കറിയാം -π/2 ആണ്. അപ്പം രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് π/2 plus π/2
ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അങ്ങനെ കെ എന്ന് പറഞ്ഞാൽ 1/5 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പം ബേസിക് ഒരു ഇക്വേഷൻസ് നമുക്ക് ആ ഒരു സംഭവം സോൾവ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? സപ്പോസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഹാസ് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ -x³/3 ആണ്. -1 തൊട്ട് x2 വരെ ആകുമ്പോഴത്തേക്ക് -x³/3 ആയിരിക്കും. ബാക്കി സമയത്ത് 0 ആയിരിക്കും. ഓക്കെ ഓക്കെ. എന്നിട്ട് അവർ തന്നിരിക്കുന്ന രണ്ട് ഇവന്റ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എക്സ് വെൻ all elements of x when x is greater than or equal to 0. B എന്ന് പറഞ്ഞാൽ all elements of x when -1 to -half less than or equal to x less than or equal to half. അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ ആയിരിക്കും നമുക്ക് രണ്ട് ഇവന്റ്സ് തരുന്നത്. ഇവന്റ്സ് ഒരു റേഞ്ച് ആയിരിക്കും. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആയിരിക്കില്ല, മനസ്സിലായില്ലേ? ഒരു റേഞ്ചിലായിരിക്കും തരിക. അപ്പം ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്, നമുക്ക് ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? പി ഓഫ് എ കണ്ടുപിടിക്കുക, പി ഓഫ് ബി കണ്ടുപിടിക്കുക, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക, പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ സംഭവം. എങ്ങനെ ചെയ്യുന്ന നോക്കാം. ആദ്യം പി ഓഫ് എ കണ്ടുപിടിക്കുക. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് 0 തൊട്ട് 2 വരെയുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് -1 തൊട്ട് 2 വരെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ബാക്കി സ്ഥലത്തെല്ലാം ഇത് 0 ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രം ചെയ്താൽ മതി. ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 2 വരെ. കാരണം എന്തുകൊണ്ടാ 0 -1 തൊട്ട് 2 വരെ എടുക്കാത്തത്? റീസൺ എന്താ? ഇതിനകത്ത് പറഞ്ഞേക്കുന്നുണ്ട് എക്സ് 0ക്ക് മേളിലാണെങ്കിൽ മാത്രം ഉള്ള എക്സുകളുടെ ഒരു സെറ്റിനെയാണ് നമുക്ക് ഈ ഒരു ഇവന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്, അല്ലെ? അപ്പം ആ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ 0 to 2 ചെയ്താൽ മാത്രം നമുക്ക് ചെയ്യാം. 0 to ആക്ച്വലി നമുക്ക് 0 to ഇൻഫിനിറ്റി ചെയ്യണം. പക്ഷേ 0 to 2 വരെ നമുക്ക് എന്തെങ്കിലും വാല്യൂ ഇവിടെ കാണത്തുള്ളൂ. ബാക്കി സമയത്ത് മൊത്തം 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് 0 to 2 -x³/3 dx എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തിട്ട് അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാൽ നമുക്ക് പി ഓഫ് എ കിട്ടും. പി ഓഫ് ബി എന്ന് പറഞ്ഞാലോ -half തൊട്ട് +half വരെയുള്ള ഇന്റഗ്രേഷൻ സെയിം സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. ഈ ഇന്റർസെക്ഷൻ ബി ആണെങ്കിലോ രണ്ടിലും വരണം. രണ്ടിലും വരുന്ന ഏത് മാത്രമേ വരുള്ളൂ? 0 തൊട്ട് ഹാഫ് വരെ വരുള്ളൂ, അല്ലെ? നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് എയുടെ കർവ് ഞാൻ വരയ്ക്കാണ്. ഇത് 0 ആണ്, ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് -ഇൻഫിനിറ്റി ആണ്. ബിയുടെ ഞാൻ ഒരു ലൈൻ വരയ്ക്കാണ്. ഇത് ഇൻഫിനിറ്റി ആണ്, -ഇൻഫിനിറ്റി. അപ്പം എ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 മൊത്തം വരും. അതായത് ഈ റീജിയൻ മൊത്തം നമുക്ക് എയുടെ ഭാഗമായിട്ട് പറയാൻ പറ്റും. ബി എന്ന് പറഞ്ഞാൽ എന്താ? -half തൊട്ട്, അപ്പം ഇത് -half ആണെന്ന് വിചാരിക്കുക, ഇത് +half ആണെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു റീജിയൻ മാത്രമേ വരുള്ളൂ. ഇത് രണ്ടിനും വരുന്ന ഏത് റീജിയൻ ഉണ്ട്? ഈ ഒരു റീജിയൻ മാറും. 0 തൊട്ട് +half വരുന്ന റീജിയൻ ആണ് രണ്ടിലും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 0 തൊട്ട് ഹാഫ് വരെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതേസമയം പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതും വരും, ഇതും വരും. ഓക്കെ. അപ്പൊ ഒന്നുകിലും നമുക്ക് ഈ ഒരു ഫോമിൽ ഉപയോഗിച്ച് ചെയ്യാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് പി ഓഫ് എ യൂണിയൻ ബി. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഫോമിൽ വെച്ച്, കാരണം നമ്മൾ 3 കണ്ടുപിടിച്ചിട്ടുണ്ട്, 3 വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? -half തൊട്ട് ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയാണ് കൺസെപ്റ്റ് 7 വരുന്നത്. ഇനി കൺസെപ്റ്റ് 8 വരുന്നത്, നമുക്ക് ചില റാൻഡം വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റാൻഡം വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ചില സമയങ്ങളിൽ വളരെ വിരളമായിട്ട് മാത്രം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഈ ഇക്വേഷൻസ് മനസ്സിലാക്കി കാണാൻ പഠിക്കാനുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ജസ്റ്റ് കാണാൻ പഠിക്കാൻ നോക്കുക. അപ്പം 2 റാൻഡം വേരിയബിൾസ് x1 x2 ആൻഡ് കോൺസ്റ്റൻസ് എയും ബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇ ഓഫ് എ x1 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ടൈംസ് ഓഫ് ഇ ഓഫ് x1 പ്ലസ് ബി ആയിരിക്കും. ഓക്കെ. ഈ എനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനെ നമുക്ക് രണ്ടായിട്ട് എഴുതാനും പറ്റും. ഓക്കെ ഓക്കെ. അതുപോലെ ഇ ഓഫ് എ x1 പ്ലസ് ബി x2 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഓഫ് ഇ ഓഫ് എ x1 പ്ലസ് ബി ഇൻറ്റു ഇ ഓഫ് x2. ഓക്കെ. ഇനി അടുത്തത് വേരിയൻസ് ഓഫ് എ x1 പ്ലസ് ബി. ഇതിന്റെ വേരിയൻസ്, ഇതിന്റെ തന്നെ വേരിയൻസ് വന്ന എന്താ? a² വേരിയൻസ് ഓഫ് x1 എന്നാണ്. ബിയുടെ ഒരു സംഭവം കാണത്തില്ല, എ മാത്രം കാണും, ഇത് സ്ക്വയർ ആവുകയും ചെയ്യും. a² വേരിയൻസ് ഓഫ് x1 എന്നാണ് വരുന്നത്. പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതുപോലെ വേരിയൻസ് ഓഫ് എ x1 പ്ലസ് ബി x2 എന്ന് പറഞ്ഞാലോ a² വേരിയൻസ് ഓഫ് x1 പ്ലസ് b² വേരിയൻസ് ഓഫ് x2 പ്ലസ് 2ab കോ വേരിയൻസ് ഓഫ് x1 x2 എന്നുള്ളതാണ്.
അപ്പൊ എന്താണ് കോവേരിയൻസ് എന്ന് അറിയണ്ടേ? കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ കോവേരിയൻസ് ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ E of x1 x2 minus E of x1 into E of x2. ഓക്കെ, ഇനി വെൻ എക്സ്, പക്ഷേ നമുക്ക് കോവേരിയൻസ് മിക്ക സമയങ്ങളിൽ 0 ആയിരിക്കും. എപ്പോഴായിരിക്കും? x1 x2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ കോവേരിയൻസ് x1 x2 0 ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കും? കോവേരിയൻസ് ഓഫ് x1 x2 0 ആയതുകൊണ്ട് തന്നെ E of x1 x2 എന്നുള്ള സാധനം E of x1 into E of x2 ആയിരിക്കും. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. ഒന്ന് അഥവാ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് വരുന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് അല്ല ഇത്. സോ നമ്മൾ കൂടുതൽ ഇൻഡെപ്തിൽ ഇതിൽ പോകണില്ല. ഈ ഇക്വേഷൻസ് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു കോൺസെപ്റ്റിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അടുത്ത കോൺസെപ്റ്റ് 9 ആണ്. നമുക്ക് 3 ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാം. ഇതല്ല, ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് വേറെ ഉണ്ട്. എന്നാലും നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിനകത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് മൂന്നും എവിടെയാണ് വരുന്നത് പറയുന്നുണ്ട്. പോയിസൺ ഡിസ്ക്രീറ്റ് ഇവന്റ്സിനാണ് വരുന്നത്, ഒക്കറിങ് ഇൻഡിപെൻഡന്റ്ലി ഇൻ ഫിക്സ്ഡ് ഇന്റർവെൽസ്. നോർമൽ കണ്ടിന്യൂസിനാണ് വരുന്നത്, സിമെട്രിക് ആൻഡ് യൂസ്ഡ് ഫോർ നാച്ചുറലി ഒക്കറിങ് വേരിയബിൾസ്. ആൻഡ് ബൈനോമിയൽ ഫോർ ഡിസ്ക്രീറ്റ് ട്രയൽസ് വിത്ത് ഫിക്സ്ഡ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്. അപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിന്റെ മൂന്നിന്റെയും ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ വരും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഒരുപാട് ഡെപ്തി ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല, കാരണം ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. മാത്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാം. ഞാൻ അങ്ങനെയൊന്നും ഡിസ്കറേജ് ചെയ്യല്ല. നമ്മുടെ എക്സാമിന്റെ ആവശ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇതിന്റെ ഫോർമുലാസും ഇതിനകത്ത് എന്താണ് മീൻ, എന്താണ് വേരിയൻസ്, എസ് ഡി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അതാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ, നൗ നോക്കാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല. സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. പോയിസണും ഡിസ്ക്രീറ്റ് ആണ്, ബൈനോമിയലും ഡിസ്ക്രീറ്റ് ആണ്, നോർമൽ ആണ് കണ്ടിന്യൂസ്. ഓക്കെ ഓക്കെ, ഇത് കണ്ടാൽ തന്നെ അറിയാം. എന്താ നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. ഇതും പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പം അത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് രണ്ടും ഡിസ്ക്രീറ്റ് ആണ്, ഇത് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ആദ്യം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല തന്നെ NCX. C എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ്, NCX എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ്. P എന്ന് പറഞ്ഞാൽ സക്സസ് ആവാനുള്ള പ്രോബിലിറ്റി. പിന്നീട് 1 - P എന്ന് പറഞ്ഞാൽ നമുക്ക് Q എന്ന് വിളിക്കാം. അതെന്ന് പറഞ്ഞാൽ ഫെയിലിയറിന്റെ പ്രോബിലിറ്റി ആണ്. ഓക്കെ, അപ്പോ N നമ്പർ ഓഫ് ട്രയൽസ് ആണ്, X നമ്പർ ഓഫ് സക്സസ് ആണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സക്സസ് ഇൻ 1 ട്രയൽ ആണ് P എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് സക്സസ് ഡിസൈഡ് ആണ് X, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സക്സസ് ഇൻ 1 ട്രയൽ ആണ് P. Q എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഫെയിലിയർ ആണ്. അപ്പം ഇതാണ് ഫോർമുല. നമുക്ക് ഇത് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് മീനും മീഡിയനും ഒക്കെ മീനും വേരിയൻസും കണ്ടുപിടിക്കുന്ന രീതിയുണ്ട്, അത് നമുക്ക് പഠിക്കാം. പിന്നീട് വരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുലയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല ഇതാണ്. ഇതിനകത്ത് അധികം ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരുന്നത്, വേറൊരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമുക്ക് മ്യൂ ആണ് ഇതിന്റെ മീൻ എന്ന് പറയാൻ പറ്റും, സിഗ്മ ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. പൈ നമുക്കറിയാവുന്ന 2 കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നീട് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ അവിടെ ലാംഡയാണ് മീൻ വരുന്നത്. ഇതാണ് എന്റെ ഇക്വേഷൻ. ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. എക്സ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എക്സിന് വരുന്ന പ്രോബിലിറ്റിയുടെ ഫോർമുല. ഓക്കെ, ഇതിനകത്ത് ഇ ഉണ്ട്. ഇയുടെ ഫോർമുല ഇ എന്ന് പറഞ്ഞാൽ 2.71828 ആണ് നമുക്കറിയാം. ഓക്കെ, അത് തൽക്കാലം ഇത്രയും കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. നമുക്ക് എങ്ങനെ അടുത്ത സ്ലൈഡുകളിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൽ നിന്നായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. പിന്നെ ഇതിന്റെ പാരാമീറ്റേഴ്സ് ലാംഡയാണ് ഇതിന്റെ പാരാമീറ്റേഴ്സ് വരുന്നത്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെത്. പിന്നീട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മ്യൂവും സിഗ്മ സ്ക്വയർ വേരിയൻസും ആണ് വരുന്നത്. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് ട്രയൽസ് പിയും പ്രോബിലിറ്റി സക്സസും ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേണ്ടുന്നത് നമുക്ക് മീനിന്റെ വാല്യൂ ഇതിനകത്ത് ലാംഡയാണ്. ഓക്കെ, ഇവിടെ മ്യൂ ആണ്, നോർമലിലെ മ്യൂ ആണ്, പോയിസണിലെ ലാംഡയാണ്. ഇവിടെ NP ആണ്. NP എന്നാണ് ഇക്വേഷൻ. 8 × P ചെയ്യുന്നതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, അതായിരിക്കും മീൻ. വേരിയൻസ് ഈ കേസിൽ ലാംഡ തന്നെയാണെന്നുള്ളത് ഓർക്കുക. അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനകത്ത് മീനും വേരിയൻസും ഒന്നാണ്, അത് ലാംഡയാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഇവിടെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. ആ സിഗ്മ ഇക്വേഷനകത്ത് തന്നെ ഉണ്ട് എന്തായാലും. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ ഇവിടത്തെ വേരിയൻസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വേരിയൻസ് NPQ ആണ്. NP ആണ് മീന്, ഒരു Q കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. Q എന്ന് പറഞ്ഞാൽ 1 - P ആണ്.
കാരണം വെച്ചാൽ പി എന്ന് പറയുന്ന സക്സസിന്റെ റേറ്റ്, സക്സസിന്റെ പ്രോബിലിറ്റി. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ്, കാരണം വെച്ചാൽ രണ്ടെണ്ണേ വരുള്ളൂ, സക്സസോ ഫെയിലിയറോ ഹെഡ് ഓർ ടൈൽ അങ്ങനെയുള്ള കേസുകളിൽ മാത്രം നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ആയിരിക്കും. അതുകൊണ്ട് എൻ പി ഇൻറ്റു 1 മൈനസ് പി നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിന്റെ റൂട്ടാണ്, സിഗ്മ സ്ക്വയർ റൂട്ട് സിഗ്മ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ റൂട്ട് ഓഫ് ലാംഡ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, നമുക്ക് ഗ്രാഫ് പറ്റുമെങ്കിൽ സൂം ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോ ഇതിനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് പ്രോബിലിറ്റി മാറുന്നതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം 0 തൊട്ട് 1 വരെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള പ്രോബിലിറ്റി 34% ആയിരിക്കും. -1 തൊട്ട് 1 വരെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോകണമെങ്കിൽ 34 + 34 ആയിരിക്കും. മനസ്സിലായി? അങ്ങനെ നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി. ഈ ഗ്രാഫ് മാറി നമ്മൾ ഓർത്താൽ മതി. ഒന്ന് 34, 34, 13.5, 13.5, 2.35, 2.35. ഓക്കെ, ഓക്കെ. അപ്പം -3 തൊട്ട് 3 വരെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ പെർസെന്റേജ് ആഡ് ചെയ്യേണ്ടി വരും. 0 തൊട്ട് 3 വരെയാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിന്റെ പെർസെന്റേജ് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആഡ് ചെയ്ത് പോവാം. 34, 13.5, 2.35 ഈ മൂന്ന് നമ്പേഴ്സ് ഓർത്ത് വെച്ചിരിക്കുക. ഇത് വെച്ചൊരു പ്രോബ്ലം നമുക്കുണ്ട്. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട, നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, സോ ഇത് എന്തിന്റെ നോക്കൂ. എ ഫെയർ കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്തു. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം. എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 10 times എന്നൊക്കെ പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ബൈനോമിയലിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 6 heads? ഫൈൻഡ് മീൻ വേരിയൻസ് ആൻഡ് ഡെൻസിറ്റി. ഇത് നമ്മൾ എക്സാക്ട്ലി 6 heads കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഒരു ഇക്വേഷനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സക്സസ് ഡിസയേർഡ്. അപ്പോ 6 heads, നമ്മൾ ഹെഡിനെ സക്സസ് എന്ന് വിളിക്കുന്നു, അതുപോലെ ടെയിലിനെ ഫെയിലർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ സക്സസിനുള്ള പ്രോബിലിറ്റി പി ആയിരിക്കും, ഫെയിലറിനുള്ള പ്രോബിലിറ്റി ക്യൂ ആയിരിക്കും. അതുപോലെ 1 മൈനസ് പി തന്നെ ആയിരിക്കും ക്യൂ എന്ന് പറയുന്ന സാധനം. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഇത് ചെയ്തു? 10 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ അപ്പൊ 8 ആയിരിക്കും. ഓക്കെ, അവസാനം എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസയർ ആയിട്ടുള്ള എക്സാക്ട്ലി 6 heads വേണം, അതായത് 6 സക്സസുകൾ വേണം. സോ എക്സ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നിന്റെ വാല്യൂ ഉണ്ട്, എക്സിന്റെ വാല്യൂ ഉണ്ട്, പിന്റെ വാല്യൂ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ക്യൂവിന്റെ വാല്യൂ അല്ലെങ്കിൽ 1 മൈനസ് പിന്റെ വാല്യൂ 0.5 തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണ്? നമുക്ക് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതാം. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് വിളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്യൂവിന് പകരം നമുക്ക് എന്ത് വിളിക്കാം? 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് വിളിക്കാം. അതാണ് ഫോർമുല. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ, എന്നിന് പകരം 10 കൊടുക്കുന്നു, എക്സിന് പകരം 6 കൊടുക്കുന്നു. നമുക്ക് വേണ്ടുന്ന നമ്മുടെ എക്സാക്ട്ലി 6 ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, 0.5 റൈസ് ടു 6 കൊടുക്കുന്നു, 1 മൈനസ് 0.5 റൈസ് ടു 4, അതായത് 10 മൈനസ് 6 4 കൊടുക്കുന്നു. അങ്ങനെയാണ് എക്സാക്ട്ലി 6 സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന സാധനം. പക്ഷെ ഞാൻ പറയാണ് എക്സാക്ട്ലി 6 സക്സസ് എന്നല്ല, 6 or more എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ 6 or more എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് p of x is equal to 6. p of x is equal to 6 നമുക്കത് ഓൾറെഡി അറിയാം. അതോ മോറോ വേണം. അപ്പം 6 വന്നാലും ഓക്കെ ആണ്, 7 വന്നാലും ഓക്കെ ആണ്, 8 വന്നാലും ഓക്കെ ആണ്, 9 വന്നാലും ഓക്കെ ആണ്, 10 വന്നാലും ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്? ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 or more-നുള്ള ആൻസർ കിട്ടുന്നത്. 6 അല്ലെങ്കിൽ മോറിനുള്ള ആൻസർ കിട്ടുന്നു. 6 heads ആവാം, 7 heads ആവാം, 8 heads ആവാം, 9 heads ആവാം, 10 heads ആവാം. ഇത്രയും പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു 6 or more ഉത്തരം കിട്ടും. എക്സാക്ട്ലി 6 ആണെങ്കിൽ ഇത് നമ്മൾ എഴുതണം. ഓക്കെ, ലെസ് ദാൻ 6 എന്നാണെന്നെങ്കിലോ 1 2 3 4 5 വരെ എഴുതണം. അത്ര എണ്ണത്തിന്റെ ഓരോന്നിനും ചെയ്യണം. ഇത് നമ്മൾ ഈ സംഭവം ചെയ്യും. അടുത്ത നമ്മൾ 7 എക്സിന് പകരം 7 ഇട്ട് വേറൊരു പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ? 10c7 into 0.5 raised to 7 into 1 minus 0.5 raised to 3. 10 minus 7 3. അങ്ങനെ നമ്മൾ ഇത്ര എണ്ണം ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രോബിലിറ്റി കിട്ടുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അത്ര സിമ്പിൾ ആണ്, വളരെ ഈസി ആണ്. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം വന്ന ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഇത്രയാണ്. സിമ്പിൾ ഇക്വേഷൻ ആണ്. NCX p raised to x q raised to n minus x. q എന്ന് പറഞ്ഞാൽ 1 minus p ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ എന്താണ് NCX? നമ്മൾ കോമ്പിനേഷനെ പറ്റി നമുക്കൊന്ന് പറയാം. NCX എന്ന് പറഞ്ഞാൽ എന്താണ്?
NCX എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് x ഫാക്ടോറിയൽ. ഓർക്കുക. ഓക്കെ, അറിയായിരിക്കും, നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നൂടെ പറയാം, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ഫാക്ടോറിയൽ, n മൈനസ് ഹോൾ ഫാക്ടോറിയൽ. അതാണ് ഈ പറഞ്ഞേക്കുന്നത്, ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അതാണ്. അങ്ങനെ നമുക്ക് 210 ഡിവൈഡ് ബൈ 1024 എന്നായിരിക്കും ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടുന്നത്. അതുപോലെ 6 പ്ലസ് ഒക്കെ വന്ന് വേറെ ടേം ഒക്കെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ ഇപ്പൊ അറിയാം. ഓക്കെ, സക്സസോ ഫെയിലിയറോ വരുന്ന, അപ്പൊ മഴ പെയ്യാനുള്ള സാധ്യത, മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യത, അങ്ങനെ ഒന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ മനസ്സിലാക്കണം, എത്ര ടൈംസ് ഉണ്ടെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, ഇനി വേറെ രീതി ചോദിക്കാം. എ ഫെയർ കോയിൻ ടോസ്റ്റ് 10 ടൈംസിന് ഇക്വലന്റ് ആണ് എന്ത്? 10 കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്തെന്ന് പറഞ്ഞാൽ 10 കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് n10 എന്ന് തന്നെ വിളിക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനകത്ത് 6 ഹെഡ് വന്നു വരാനുള്ള പ്രോബിലിറ്റി എത്ര? 10 ഹെഡ് നമ്മൾ 10 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്ത് താഴോട്ട് ഇട്ടപ്പോഴത്തേക്ക് 6 ഹെഡ് വരാനുള്ള പ്രോബിലിറ്റിക്ക് സെയിം ആയിരിക്കും. ഒരു കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്യുന്നതും 10 കോയിൻ ഒറ്റ പ്രാവശ്യം ടോസ് ചെയ്യുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ പ്രോബിലിറ്റി. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അതാണ് നമ്മുടെ നമ്മുടെ ബൈനോമിയൽ തിയറം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പോയിസൺ അല്ല, ഇതിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, n into p മൾട്ടിപ്ലൈ ചെയ്താൽ മീൻ കണ്ടുപിടിക്കാൻ pറ്റും. പറഞ്ഞു npq, n into p into 1 minus p മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ റൂട്ട് എടുത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോയിസൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സാധനം 4 per hour കൺസ്യൂമർ സർവീസസ് 4 per hour അങ്ങനെയൊക്കെയുള്ള per hour per എന്നൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ അവിടെയാണ് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മിക്ക കേസുകളിലും ഇത് അപ്പൊ തന്നെ പറയും, assume the arrivals follow a poison distribution ഓൾറെഡി പറയും. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരില്ല. പക്ഷെ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചോദിച്ചേക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 3 കസ്റ്റമേഴ്സ് അറൈവ് ഇൻ ആൻ അവർ? ഇപ്പൊ ചോദിച്ചേക്കുന്നത് എന്താ? P of x is equal to 3 ആണ് ചോദിച്ചേക്കുന്നത്. മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് അറിയാമോ ചെയ്യുന്നത്? വളരെ വളരെ സിമ്പിൾ ആണ്. ലാംഡ 4 അറൈവൽസ് പെർ അവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവനാണ് നമ്മുടെ ലാംഡ. അതാണ് മീൻ നമ്പർ ഓഫ് ഒക്കറൻസ് ഇൻ ദ ഇന്റർവെൽ. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവൽ അറ്റ് സർവീസ് is 4 per hour. അപ്പൊ അവിടെ നിന്ന് തന്നെ പറയാം മീൻ എന്ന് പറയുന്ന ലാംഡ എന്ന് പറയുന്ന ലാംഡ തന്നെയാണ് വേരിയൻസും. നമ്മൾ പറഞ്ഞു മീനും വേരിയൻസും ഒന്നാണ്, പോയിസൺ നമ്മൾ പറഞ്ഞു രണ്ടിന്റെയും വാല്യൂ 4 ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെന്താ ചെയ്യാം? പിന്നെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ. ലാംഡ റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ ഡിവൈഡ് ബൈ എക്സ്. ആ ഇക്വേഷൻ കാണാൻ പഠിക്കുക, വേറെ വഴിയൊന്നുമില്ല. ലാംഡ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുക, ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുക. ഈ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് പ്രോബ്ലം വരാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് ഗ്രാഫിനകന്ന് നേരത്തെ കാണിച്ച ആ ഒരു ബെൽ ഷേപ്ഡ് കർവിനകന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. അപ്പം ഇത് ഒരു ഇക്വേഷൻ ആണ്. അതുപോലെ ഇത് അടുത്ത ഇക്വേഷൻ ലാംഡ റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, അപ്പം ഇവിടെ ലാംഡ റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഫാക്ടോറിയൽ. ഈ കേസിൽ ലാംഡ എന്താ? 4. കെ എന്ന് പറയുന്ന നമ്പർ ഇപ്പം അവർ പറഞ്ഞ ഇത്ര നമ്പർ ഓഫ് ഒക്കറൻസസ് വരുന്നുണ്ട്, അതിന്റെ പ്രോബിലിറ്റി ചോദിച്ചേക്കുന്നത്. എത്ര അവർ പറഞ്ഞേക്കുന്ന പ്രോബിലിറ്റി? എക്സാക്ട്ലി 3 കസ്റ്റമേഴ്സ് വരാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതേസമയം ലെസ് ദാൻ 3 എന്ന് പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ ചെയ്യണം, പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 നമ്മൾ ചെയ്യണം, പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 നമ്മൾ ചെയ്യണം. എങ്കിലേ നമുക്ക് ലെസ് ദാൻ 3 കിട്ടും. ലെസ് ദാൻ ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മൾ പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 കൂടെ ചെയ്യും. 3 ഓരോ പ്രാവശ്യം ഇതേ ഇക്വേഷൻ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിനകത്ത് നമ്മുടെ നമ്പേഴ്സ് മാറുന്നേ ഉള്ളൂ, എക്സിന്റെ വാല്യൂ മാറുന്നേ ഉള്ളൂ, വേറെ മാറ്റമൊന്നും വരില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് 3 വരുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുത്താൽ ആൻസർ നമുക്ക് ഇതായി കിട്ടും. ഇനി നമുക്ക് മീനും മീഡിയനും വേരിയൻസും കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. മീൻ എന്താ? ലാംഡ. വേരിയൻസ് എന്താ? അതും ലാംഡ തന്നെ. അപ്പോ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂട്ടാം. അപ്പം 4 4 2 എന്നുള്ളതായിരിക്കും നമ്മുടെ 4 4 2 ആയിരിക്കും നമ്മുടെ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ
lifespan of the type of LED bulb follows normal distribution with a mean of 1000 hours and standard deviation of 100 hours. Mean 100 hour ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ, സോറി മീൻ 1000 hour ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 100 hour ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ബൾബ് ലാസ്റ്റ് ബിറ്റ്വീൻ 900 hours and 1100 hours? അപ്പൊ ഇത് നമ്മൾ അത് നമ്മൾ എന്താ കണ്ടുപിടിക്കാമോ, ഈ പറഞ്ഞ മീൻ ഉണ്ടല്ലോ, മീൻ പ്ലസ് ഓർ മൈനസ് സംതിങ് ആണ്, പ്ലസ് ഓർ മൈനസ് സംതിങ് ആണ് ഈ പറഞ്ഞേക്കുന്ന സാധനം, അത് കണ്ടുപിടിക്കാതെ. ഓക്കെ, അപ്പം 1000 പ്ലസ് ഓർ മൈനസ് 100 ആണ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം 1000 പ്ലസ് 100 1100, 1000 മൈനസ് 100 900. അപ്പൊ 1000 പ്ലസ് 100 ആണ് ഈ വരുന്നത്, നമുക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെ സിഗ്മ, ഇതാണ് നമ്മുടെ ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ, ഈ 900 എന്ന് പറഞ്ഞാൽ മ്യൂ മൈനസ് സിഗ്മ, 1100 എന്ന് പറഞ്ഞാൽ മ്യൂ പ്ലസ് സിഗ്മ. ഇത് റേഞ്ച് 900 to 1100 correspond to 1 standard deviation from the mean. മീനിൽ നിന്ന് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പാർട്ടാണ് നിൽക്കുന്നത്. മീൻ 100 ആണ്, അതിൽ നിന്ന് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പാർട്ടാണ് ഈ സംഭവം നിൽക്കുന്നത്. ഓക്കെ, അപ്പോ എന്താ മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് വരുന്നു, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലസോ മൈനസോ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നാൽ ഫ്രം മീൻ സ്റ്റാൻഡേർഡ് മീനിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലസ് ഓർ മൈനസ് 1 വന്നാൽ 34 പ്ലസ് 34 ആയിരിക്കും നമ്മുടെ ആൻസർ. അത്രയേ ഉള്ളൂ, ആൻസർ അത്രയേ ഉള്ളൂ. 68% ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, എന്നിട്ട് പറയാം, മീൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവര് പറഞ്ഞേക്കുന്നത് എന്താ, മീൻ -100 പ്ലസ് 100, അതായത് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീനിൽ നിന്ന് മാറി ഇങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതേസമയം ഇങ്ങനെ പറഞ്ഞേക്കുന്നെങ്കിലോ 1000 to 1100 ആണ് പറഞ്ഞിരിക്കുന്നെങ്കിലോ, അല്ലെങ്കിൽ 1000 to 1200 ആണ് പറഞ്ഞേക്കുന്നെങ്കിലോ, ഇവിടെ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറി. അപ്പൊ നമ്മൾ എന്താ ഈ പടത്തിനകത്ത് 2 എണ്ണം എടുക്കണം, 34ഉം 13.5ഉം കൂടെ സം ചെയ്യണം. അതേപോലെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൈറ്റിലോട്ട് മാത്രമാണ് മാറിയിരിക്കുന്നെങ്കിൽ 34 മാത്രമായിരിക്കും. അങ്ങനെയാ ഈ ഇത്രയും നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും ഇതിനകത്ത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ ഒക്കെ എടുക്കണം, അത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള പ്രോബ്ലംസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അതാണ് നമ്മുടെ 9 കൺസെപ്റ്റ് ഓഫ് പ്രോബിലിറ്റി. ഒരുവിധം നല്ല ക്രാഷ് എന്ന രീതിയിൽ ഒരുവിധം സംഭവങ്ങളെല്ലാം ഞാൻ കവർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് ഡു പ്രോബ്ലംസ് ആൻഡ് സ്റ്റഡി മോർ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ പ്രോബിലിറ്റി ചാപ്റ്റർ. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.